ഏതടിസ്ഥാനത്തിലാണ്? ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദിന്റെ ആ ശങ്ക ഒരു മൂത്രശങ്കയാകുന്നതിന് മുമ്പ് അദ്ദേഹത്തെ ക്ഷണിക്കണം ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് നിങ്ങളെ വിശദീകരണം തൽക്കാലം ഇവിടെ നിർത്തി നിങ്ങൾക്ക് ദുആ ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിക്കാനും ബഹുമാനപ്പെട്ട വടുതല ഉസ്താദിന് വീണ്ടും അവസരങ്ങൾ നമ്മൾ നൽകാം എന്ന് ഉസ്താദിനെ അറിയിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രായാധിക്യം കൊണ്ട് വളരെ ബുദ്ധിമുട്ടുന്ന മഹാനായ നമ്മുടെ ഈ സുലൈമാൻ മുസ്ലിയാർ അവറുകൾ നമ്മെ ഈ കേരള മുസ്ലിം ജമാഅത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നതിന് ഇവിടെ വളരെ ക്ഷീണിതനാണെങ്കിലും നമ്മോട് കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തെ മൈക്കിലേക്ക് ക്ഷണിക്കുന്നു. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ ഉസ്താദ് കേൾക്കുന്നില്ലേ? ഓക്കെ. എന്താണ് ഉസ്താദ് അവറുകൾ താങ്കളോട് വളരെ മാന്യമായി വളരെ ബഹുമാനങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് ചോദിക്കട്ടെ, ഇനിയും ഒരു സംഘടന ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ട് താങ്കളുടെ അഭിപ്രായം എന്താ? ഹലോ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ നിന്ന് പുറത്താക്കി 6 ആളുകൾ രൂപീകരിച്ച മേനോൻ സമസ്തയുടെ ഇന്നത്തെ നേതാവായ ഇ സുലൈമാൻ മുസ്ലിയാർ താങ്കൾ കേൾക്കുന്നുണ്ടോ? കള്ളമുടി ജമാഅത്ത് രൂപീകരണവുമായി ബന്ധപ്പെട്ട വേദിയിൽ താങ്കൾ പ്രസംഗിച്ച പ്രസംഗത്തിലെ താങ്കൾ പറഞ്ഞ ചില കാര്യങ്ങളിലേക്കാണ് ഞങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഇനിയും ഒരു സംഘടനകളുടെ ബാഹുല്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഈ സമൂഹത്തിൽ ഇനിയും ഒരു സംഘടനയുടെ ആവശ്യമുണ്ടോ? അതും സുന്നത്ത് ജമാഅത്തിന്റെ തീവ്രത പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും, എല്ലാ ആളുകൾക്കും, സകല ജാതി മുസ്ലിങ്ങൾക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന, നാനാജാതി മുസ്ലിങ്ങൾക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സംഘടന സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ മാത്രം, തീവ്രതയുടെ മാത്രം പേരിൽ നിലവിൽ വന്ന ഒരു കക്ഷി ഏത് സ്ഥലത്തും മുസ്ലിം എന്നതിന് പകരം ഇസ്ലാം എന്ന് ഉപയോഗിക്കണമെന്ന്, സുന്നി എന്ന് ഉപയോഗിക്കണമെന്ന്, ഇസ്ലാം എന്ന് പറയുന്നതിന് ബദല് അല്ലെങ്കിൽ മുസ്ലിം എന്ന് പറയുന്നതിന് ബദല് സുന്നി എന്ന് ഉപയോഗിക്കണമെന്ന് സാധാരണഗതിയിൽ താങ്കളുടെ വിദ്യാർത്ഥികളോട് ക്ലാസ്സിൽ പോലും താങ്കൾ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തുന്ന താങ്കളോടാണ് ചോദ്യം. അപ്പുറത്തെ സമസ്ത എന്ന പേരിൽ വ്യാജമാണെങ്കിലും ഒരു സംഘടനയുടെ പ്രസിഡന്റ് എന്ന നിലക്ക് എല്ലാവിധ ആദരവുകളും ബഹുമാനങ്ങളും നൽകി താങ്കളോട് ചോദിക്കട്ടെ, ഇനിയും ഇങ്ങനത്തെ ഒരു സംഘടനയുടെ പ്രസക്തി എന്താണ് ഉസ്താദേ? ചോനുണ്ടാക്കിയാൽ അതൊരു ഭിന്നിപ്പിന് കാരണമല്ലാതെ അല്ലാഹു തആല, സംഘടനകളിങ്ങനെ ചോനുണ്ടാക്കിയാൽ അതൊരു ഭിന്നിപ്പിന് കാരണമല്ലാതെ അല്ലാഹു തആല, ശക്തിക്ക് കാരണമല്ലാതെ അല്ലാഹു തആല ഉണ്ടാക്കിയാൽ അതൊരു ഭിന്നിപ്പിന് കാരണമല്ലാതെ അല്ലാഹു തആല ശക്തിക്ക് കാരണമാക്കി തന്നെ ഇപ്പുണ്ടാക്കുന്ന സംഘടന ഇങ്ങനെ ചോനുണ്ടാക്കിയാൽ അതൊരു ഭിന്നിപ്പിന് കാരണമല്ലാതെ അല്ലാഹു തആല ശക്തിക്ക് കാരണമാക്കി തന്നെ ഇപ്പുണ്ടാക്കുന്നതിന്റെ പേര് മുസ്ലിം ജമാഅത്താണ്. അത് ഏറെ കഴിയില്ല. പക്ഷെ മുസ്ലിം ജമാഅത്ത് അതിനോണ്ട് സുന്നിയല്ലാതാവുന്ന നിങ്ങൾ മനസ്സിലാക്കണ്ട. അപ്പോ താങ്കളുടെ പ്രാർത്ഥന അത് വളരെ ഈ സമയത്ത് വളരെ അനിവാര്യമാണ്. കാരണം വീണ്ടും വീണ്ടും ഭിന്നിപ്പുണ്ടാക്കാനല്ലാതെ സംഘടനകളുടെ പുതിയ സംഘടനകൾ അത് രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വീണ്ടും വീണ്ടും ഭിന്നിപ്പുണ്ടാക്കും എന്ന് താങ്കൾ പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. അതില്ലാതിരിക്കട്ടെ എന്ന താങ്കളുടെ ആശംസയും പ്രാർത്ഥനയും അത് ഈ സമയത്ത് വളരെ ഉപകാരപ്രദമായിരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. കാരണം ഒരു സംഘടനയുടെ ആവശ്യമില്ല. ബഹുജന സംഘടന എന്ന നിലയ്ക്ക് ഇപ്പോൾ മുസ്ലിം സമൂഹത്തിൽ സുന്നത്ത് ജമാഅത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ബഹുജന സംഘടനയായിട്ടാണ് SYS രൂപീകരിച്ചിട്ടുള്ളത്. അവരുടെ SYSനെ കുറിച്ചും ഉസ്താദെ അവർ തന്നെ പറയുന്നത് ഒരു ബഹുജന സംഘടന എന്നാണ്. ബഹുജന സംഘടനയാണ്. ബഹുജനങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ പറ്റുന്നൊരു സംഘടനയാണ്. കാരണം അതിലെ പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും ഒക്കെ നമുക്കറിയും. അതൊക്കെ യുവാക്കൾ 40 വയസ്സായ ആൾക്കാർ അന്തം വിട്ട് നടക്കുക എന്ന് പറയുന്നത്. 40 കഴിഞ്ഞിട്ടേ 40 വയസ്സ് കഴിഞ്ഞിട്ട് ആൾക്കാർ അന്തം വിട്ട് നടക്കുന്നതുകൊണ്ടാണ് ഓല ഒരുമിച്ച് കൂട്ടുന്നത്. ഓലൊക്കെ SYSലാണ് ഉസ്താദെ. അല്ലെങ്കിൽ ഓലൊക്കെ നിങ്ങളെ സുന്നി മഹൽ അസോസിയേഷനിലുണ്ട് അല്ലേ, SMA എന്താണ് സുന്നി മഹൽ അസോസിയേഷൻ. ഇതിലോ SYSലോ ഒക്കെ പ്രവർത്തിക്കുന്ന ആളുകളാണ് 40 വയസ്സ് കഴിഞ്ഞ ആളുകൾ. പിന്നെ ഇവരൊക്കെ പാടെ കൂട്ടി സുന്നി കടൽ തൊഴിലാളികൾ അല്ലെ, സുന്നി ചുമട്ട് തൊഴിലാളികൾ, സുന്നി കയറ്റിറക്ക് തൊഴിലാളികൾ, സുന്നി വെള്ളക്കച്ചവടക്കാര്, സുന്നി മുടിക്കച്ചവടക്കാര്, സുന്നി ഒടിക്കച്ചവടക്കാര്, ഇവരൊക്കെ പാടെ കൂട്ടി ഇവരൊക്കെ അസോസിയേഷൻ രൂപീകരിച്ചുകൊണ്ടൊരു മുസ്ലിം ആവുമോ? അതൊക്കെ ഉണ്ടെങ്കിൽ സുന്നി എത്ര കൂട്ടിയാലും സുന്നിയായി നിൽക്കണ്ടേ? അവിടുന്ന് സുന്നി നഷ്ടപ്പെടാൻ പറ്റില്ലല്ലോ. താങ്കൾ അതിന്റെ അപകടത്തെക്കുറിച്ച് എന്താണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയാനുള്ള ഇവർക്കുള്ള ഒരു മടി എന്താണ്? പഴയ കാലത്ത് തന്നെ ഇസ്ലാം ഉണ്ടായിരുന്നല്ലോ. അന്നും മുസ്ലിം സംഘടന രൂപീകരിച്ചാൽ മതിയായിരുന്നല്ലോ. സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാവുമ്പോൾ പിന്നെ സുന്നി ബോർഡ് വേണ്ടല്ലോ. വേറെന്തെങ്കിലും ഒരു ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കായിരുന്നല്ലോ അല്ലേ?
സുന്നി യുവജന സംഘത്തിന് മുസ്ലിം യുവജന സംഘാക്കായിരുന്നല്ലോ. സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനം MSF ഉണ്ടല്ലോ, മുസ്ലിം സ്റ്റുഡന്റ് ഫെഡറേഷൻ. പിന്നെന്തിനാ ഒരു SSF? അല്ലേ? അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഉസ്താദ് അവറുകൾ ഇതിൽ നിന്ന് വ്യതിരക്തമായി സുന്നത്ത് ജമാഅത്ത് മുസ്ലിം ലീഗ് ഉണ്ടാക്കുമ്പോ മുസ്ലിം ലീഗിൽ ഞങ്ങൾ അംഗമാവുകയില്ല, അതിലെല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞത് മാത്രമല്ല. പ്രിയപ്പെട്ടവരെ, നമ്മളെ ശരീഅത്ത് സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പോയി കാണാൻ ഇവിടുത്തെ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് അംഗങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി പ്രധാനമന്ത്രിക്ക് നിവേദനം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോ ബഹുമാനപ്പെട്ട ഈ പറയുന്ന ആളുകളൊക്കെ അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് മറ്റൊരു സംഘടന ഇവിടെ രൂപീകരിക്കുന്നത്. അതിനെതിരായിരുന്നു ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനെതിരെയും ശംസുൽ ഉലമക്കെതിരെയും അവരുടെ കൂറുപോരാ എന്ന് പറഞ്ഞ്, സുന്നത്ത് ജമാഅത്തിൽ അവർക്ക് കൂറുപോരാ എന്ന് പറഞ്ഞ് ചെറിയ ചെറിയ കുട്ടികൾ അവരുടെ ശിഷ്യന്മാർ പോലും ആകാൻ യോഗ്യതയില്ലാത്ത, അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ലാത്ത ആളുകൾ, അവരൊക്കെ SSFന്റെ ആളുകൾ, SSFന്റെ പ്രവർത്തകരാണെന്ന് പറഞ്ഞുകൊണ്ട് മഹാന്മാരായ ഉസ്താദുമാർക്ക് കൂറ് നോക്കിയിരുന്നു. കൂറോമീറ്റർ കൊണ്ട് നടന്നിട്ട് ശംസുൽ ഉലമനെ കുത്തിവെക്ക് എത്രണ്ട് കൂറ്, ശംസുൽ ഉലമക്ക് കൂറ് പോരട്ടോ സുന്നത്ത് ജമാഅത്തിനോട്. എന്നിട്ട് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനെ ഇങ്ങനെ കുത്തിവെക്കുക കൂറോമീറ്റർ കൊണ്ട്. കണ്ണിയത്ത് ഉസ്താദിന് സുന്നത്ത് ജമാഅത്തിനോട് കൂറ് പോരാ. ബഹുമാനപ്പെട്ട KK ഉസ്താദിന്റെ കൂറ് നോക്കുക, ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങളുടെ കൂറ് നോക്കുക, അതുപോലെ മഹാന്മാരായ ഉസ്താദുമാരൊക്കെ കൂറ് നോക്കിക്കൊണ്ട് കൂറോമീറ്റർ കൊണ്ട് ചുറ്റി നടന്നുകൊണ്ട് അവർക്കൊന്നും സുന്നത്ത് ജമാഅത്തിൽ കൂറില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കന്മാർ ഇവിടുത്തെ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് അംഗങ്ങളുമായി യോജിച്ചുകൊണ്ട്, ആൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് അംഗങ്ങളുമായി യോജിച്ചുകൊണ്ട് പ്രധാനമന്ത്രിക്ക് ശരീഅത്ത് സംരക്ഷിക്കണമെന്നൊരു നിവേദനം കൊടുക്കാൻ പോലും ഒരുമിച്ച് പോകാൻ പറ്റൂല എന്ന് പറഞ്ഞ ആളുകളായി നിങ്ങൾ ഓർക്കണം അല്ലേ? ഒരു മുസ്ലിം അസോസിയേഷനെയും അംഗീകരിക്കാതെ സുന്നിയായി തന്നെ നിൽക്കുകയും സുന്നി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയും വേണമെന്ന് ശക്തമായി വാദിച്ച ആളുകളായിരുന്നു നിങ്ങൾ. അവർക്കൊന്നും സുന്നത്ത് ജമാഅത്ത് പോരാ എന്നായിരുന്നു നിങ്ങളുടെ വാദം. എന്റെ പ്രിയപ്പെട്ട ഉസ്താദ്, നിങ്ങൾ അവിടെ തന്നെ ഉണ്ടല്ലോ, ഉസ്താദ് പോയിട്ടില്ലല്ലോ. ഉസ്താദിനോടൊരു ചോദ്യം, എന്താണ് ഈ ഒരു സംഘടനകൾക്ക്, ഈ സംഘടനയുടെ ബാഹുല്യം അത് വീണ്ടും ഭിന്നിപ്പുണ്ടാവും? കാരണം അവരുടെ സംഘടനയിൽ തന്നെ ഇതിന് ഭിന്നിപ്പുണ്ടാക്കും. അവരുടെ സംഘടനയുടെ ഇടയിലുള്ള ഭിന്നിപ്പാണ് ഇതിനൊക്കെ കാര്യം എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഉസ്താദെ, താങ്കൾ എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ പഴയകാലത്ത് ഇസ്ലാം ഉണ്ടായിരുന്നല്ലോ, പിന്നെന്താണ് ഇപ്പോ അന്നൊന്നും ഇസ്ലാം എന്ന് പറയാനും മുസ്ലിം എന്ന് പറയാനും അങ്ങനെ അതിന്റെ പേരിൽ സംഘടനകൾ ഉണ്ടാക്കാൻ? ഒരു പള്ളി ഉണ്ടാക്കിയാലും കൂടി മുസ്ലിം പള്ളി നടുല, ഒരു പള്ളി ഉണ്ടാക്കിയാലും കൂടി മുസ്ലിം പള്ളി നടുല, സുന്നി പള്ളി നടുള്ളൂ. മദ്രസ ഉണ്ടാക്കിയ സുന്നി മദ്രസ, വിദ്യാഭ്യാസ ബോർഡാണ് ഈ സുന്നി വിദ്യാഭ്യാസ ബോർഡ് അല്ലേ? അപ്പൊ സുന്നത്ത് ജമാഅത്തിന് അപ്പുറത്ത് ഒരു സംഘടനയുമായി മുന്നോട്ട് പോകരുത്, അല്ലെങ്കിൽ ഒരു സംവിധാനവുമായി മുന്നോട്ട് പോകരുത്, പോകാൻ പറ്റുകയില്ലെന്ന വാശിയും പിന്നെ വളരെ നിർബന്ധ ബുദ്ധിയും ഉണ്ടായിരുന്ന, അതിന്റെ പേരിൽ മാത്രം അവരോടുകൂടി യോജിച്ച ആളുകൾ. പിന്നെ ഇതിങ്ങനെ മൂത്ത് വരുമ്പോ സുന്നി നഷ്ടപ്പെടുക, സുന്നി മൂക്കുമ്പോ സുന്നിയാണ് പോകല, മൂത്ത് പൊട്ടി പുറത്തു പോയ അല്ലേ? സുന്നി മൂക്കുമ്പോ സുന്നിയാണ് പോകല. ഇവരെ കുരുന്നുകൾ എന്നാണ് SBS, സുന്നി ബാലസംഘം, അതിനെന്താ പേര്? അത് സുന്നി. അത് കഴിഞ്ഞാലോ SSF, അതോ സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ. കേരള സ്റ്റേറ്റ് ഇപ്പുറത്തുണ്ട്, അത് ഒരു സാധാരണഗതിയിൽ പറയാറില്ല, അത്രേ ഉള്ളൂ. KSSF. അവിടെ പോയാലോ SYS. ഇതിന് വിദ്യാഭ്യാസ ബോർഡോ ഏത് സംഭവമാണെങ്കിലും മഹല്ല് ഫെഡറേഷനോ ഇവരുമായി ബന്ധപ്പെട്ടത് മുഴുവൻ നമ്മൾ ഇസ്ലാം എന്ന് പ്രയോഗിക്കും, മുസ്ലിം എന്ന് പ്രയോഗിക്കും, സുന്നി എന്ന് പ്രയോഗിക്കും. ഓരോ പിന്നെ ഓരോ എന്തിട്ടാലും ഒന്നാണെന്ന് വിശ്വസിക്കുന്ന ആളുകളായി നമ്മൾ. ഇവരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ കഠിനമായി, അതൊക്കെ ശക്തമായി എതിർക്കുകയും നമുക്കതിന്റെ പേരിലൊക്കെ നമ്മളെ സുന്നത്ത് ജമാഅത്തിന്റെ കൂറുപോലും ചോദ്യം ചെയ്ത് നമ്മളൊക്കെ നമ്മുടെ നേതാക്കന്മാരെയൊക്കെ വഹാബികളായി ചിത്രീകരിക്കുകയും ആരോപണം ഉന്നയിക്കുകയും ചെയ്ത ഈ വ്യക്തികൾ ഇന്നിപ്പോ അത് ഒഴിവാക്കാൻ തയ്യാറായിരിക്കുന്നു. ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദിനെ പറയട്ടെ, സുലൈമാൻ ഉസ്താദിന്റെ പ്രസംഗം തന്നെ നിർത്തിച്ചിട്ടുണ്ട്. അതരസം നിങ്ങൾ കുറച്ച് പറഞ്ഞാൽ മതി. ആ ഭാഗം കൂടി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് കേൾക്കാം ഇൻഷാ അല്ലാഹ്. അതിനുശേഷം സുലൈമാൻ മോദിയെ പ്രസംഗിക്കാനായിക്കണില്ല, പറയരുതട്ടോ, മുണ്ടരുത് എന്ന് പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് കേൾപ്പിക്കാം. ആ ഭാഗമൊക്കെ നിങ്ങൾക്ക് കേൾപ്പിച്ചുതരാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ ഭാഗം ഒന്ന് കേൾക്കുക. ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ്, താങ്കളോട് ചോദിക്കട്ടെ, എന്താണ് ഇപ്പോ ഇങ്ങനൊരവസ്ഥ? താങ്കൾക്ക് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? സുന്നത്ത് ജമാഅത്ത് ഒഴിവാക്കി, സുന്നി ഒഴിവാക്കി, ഈ പുതിയ ഒരു കോമൺ മുസ്ലിമായി, ഒരു വിശാല മുസ്ലിം ഐക്യത്തിന്റെ വക്താക്കളായി, ഒരു പിന്നെ ആളുകൾക്ക് മുമ്പിൽ ഒരു മുസ്ലിം നാമധാരികളായി, മുസ്ലിം സംഘടനയായി രൂപപ്പെടുന്നതിന്റെ പിന്നിലുള്ള ഈ ആശങ്ക താങ്കൾ പങ്കുവച്ചു. ഇനിയും ഒരു സംഘടന സമുദായത്തിൽ പിളർപ്പുണ്ടാക്കാനേ ഉപകരിക്കൂ എന്ന് താങ്കൾ പറഞ്ഞത് സത്യമാണ്. അതിനുശേഷം താങ്കളോട് ഞങ്ങൾക്കുള്ള ചോദ്യം, എന്താണ് ഇപ്പോ ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ താങ്കൾക്ക് നിങ്ങളുടെ ആളുകളോട് പറയാനുള്ള കാര്യം എന്താണ്? ഇപ്പൊ ഒരു മുസ്ലിം എന്ന വിശാലമായ കാഴ്ചപ്പാടിലേക്ക് വരുമ്പോൾ അവരോട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യം എന്താണ്?
സംഘടനകൾ ഇങ്ങനെ തോനുണ്ടാക്കിയാൽ അതിന് ഭിന്നിപ്പിന് കാരണമല്ലാതെ അല്ലാഹു തആല ശക്തിക്ക് കാരണമാക്കി തരട്ടെ. ഇപ്പൊ ഉണ്ടാക്കുന്നതിന്റെ പേര് മുസ്ലിം ജമാഅത്താണ്. അത് വേറൊന്നും അതിലില്ല. പക്ഷെ മുസ്ലിം ജമാഅത്ത് അറിഞ്ഞുകൊണ്ട് സുന്നിയല്ലാതാവുന്ന നിങ്ങൾ മനസ്സിലാക്കണ്ട. സുന്നത്ത് ജമാഅത്ത് തന്നെ യഥാർത്ഥ ഇസ്ലാം. അത് നിലനിർത്തല് നമ്മൾ ആവശ്യമാണ്. അതിനാണ് ഇവരെല്ലാം പാടെ കൂടിയിട്ട്. അതല്ലെങ്കിൽ സമസ്ഥാനുള്ളത് പണ്ട് തന്നെ ഉണ്ടാക്കേണ്ടില്ലല്ലോ. മുസ്ലിമീങ്ങൾ ഇസ്ലാം മതിയായിരുന്നല്ലോ. ഇന്ന ദീനിന്റെതായ ഇസ്ലാം. അപ്പൊ ഇസ്ലാം യഥാർത്ഥ ഇസ്ലാം അതല്ലെങ്കിൽ സമസ്ഥാനുള്ളത് പണ്ട് തന്നെ ഉണ്ടാക്കേണ്ടില്ലല്ലോ. മുസ്ലിമീങ്ങൾ ഇസ്ലാം മതിയായിരുന്നല്ലോ. ഇന്ന ദീനിന്റെതായ ഇസ്ലാം. അപ്പൊ ഇസ്ലാം യഥാർത്ഥ ഇസ്ലാം കഴിച്ചു പോയതുണ്ട്, മുബ്തദീങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ആ ഈ വിദ്യാർത്ഥികാരോട് ഇങ്ങനെ പെരുമാറുന്ന നമ്മൾ ഇസ്ലാമിനെ നമ്മൾ എങ്ങനെ ശക്തിപ്പെടുത്തണം? യഥാർത്ഥ ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് പറഞ്ഞത് വളരെ കറക്റ്റാ. മുമ്പന്നെ ഉണ്ടായിരുന്നല്ലോ ഇസ്ലാം. പിന്നെ എന്തിനാ നമ്മൾ സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞ് മാറിയിരിക്കണു? ഇസ്ലാം എന്ന് പറഞ്ഞാൽ പോരെ? അതിൽ നിന്ന് വ്യത്യസ്തമായി സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുകയും ഈ ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു സംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സമസ്ത എന്ന് പറഞ്ഞൊരു സംഘടന രൂപീകരിക്കാനുള്ള കാരണം എന്താ? എന്തിനാണ് നമ്മൾ വ്യതിരക്തമായി നിൽക്കുന്നത്? പിന്നെ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അന്നെ അങ്ങനെ ചെയ്താൽ മതിയായിരുന്നല്ലോ. അന്ന് അതില്ലാതെ നമ്മുടെ നേതാക്കന്മാർ ഉസ്താദുമാർ അങ്ങനെ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമുണ്ട്. കാരണം ഈ പറഞ്ഞത് ഉസ്താദ് പറഞ്ഞതാണ് എന്റെ പ്രധാനപ്പെട്ട പോയിന്റ്. എന്താ ഉസ്താദ് പറഞ്ഞത്? മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ ബിദ്അത്തുകാരും പിന്നെ ബിദ്അത്തുകാരൊക്കെ ഉൾപ്പെടും. അവർ മുസ്ലിങ്ങളല്ല എന്നുള്ള വാദം നമുക്കില്ലല്ലോ, അല്ലേ? മുജാഹിദ് മുസ്ലിം അല്ല എന്ന് ആരെങ്കിലും വാദിക്കുന്നുണ്ടോ? ജമാഅത്തുകാരൻ മുസ്ലിം അല്ല എന്ന് പറയുന്നുണ്ടോ? അപ്പൊ അവരൊക്കെ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന കോമൺ മുസ്ലിങ്ങളിൽ ഉൾപ്പെടും. പക്ഷേ അവരൊന്നും യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളല്ല. അതുകൊണ്ടാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് നമ്മൾ പറഞ്ഞ് വ്യതിരക്തമായി നമ്മൾ ഒരു സംവിധാനം ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് അതിന്റെ സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. നമ്മൾ സമസ്തക്കാരെന്ന് പറഞ്ഞാൽ നമ്മൾ സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ സംഘടനക്കാരാണ്. അതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. എന്നിട്ട് അതിൽ ഭിന്നിപ്പുണ്ടാക്കിയിട്ട് പോയിട്ട് അത് മുറിഞ്ഞ് അതിലൊരു കഷ്ണം കൊണ്ടുപോയിട്ട് ഇത് മുസ്ലിം ജമാഅത്താണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? വിശാലമായ മുസ്ലിം ഇസ്ലാമിക പിന്നെ സമൂഹത്തിലെ ഏറ്റവും ഋജുവായ പാത, മറ്റുള്ള എല്ലാ ലക്കുലെടുക്കുകളും എല്ലാ അലവലാദികളെയും പുറത്താക്കി വളരെ ഋജുവായ ഒരു പാതയാണ് സമസ്ത കേരള സുന്നത്ത് ബഹുമാനപ്പെട്ട അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തും അതിന്റെ സംഘടനാ രൂപമാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനാ രൂപമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ, അല്ലേ? എന്നിട്ട് അതിന്റെ ഒരു ഭാഗം, അതിന്റെ ചെറിയൊരു കഷ്ണവുമായി പോയിട്ട് ഇതാണ് വിശാല മുസ്ലിം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും സംഭവം? എന്നിട്ടിപ്പോ ബഹുമാനപ്പെട്ട സുലൈമാൻ മുസ്ലിയാർ സംഘടന ഉണ്ടാക്കുന്നത് തന്നെ ഒരു ഭിന്നിപ്പിന് കാരണമാവും. അതുപോട്ടെ, പിളർപ്പുകളും സംഘടനകളും പുതിയ പുതിയ സംവിധാനങ്ങൾ ഉണ്ടാകുന്ന മുസ്ലിം സമുദായത്തിൽ ഐക്യം ഉണ്ടാക്കുക. സുലൈമാൻ മൗലവിക്ക് അതറിയും. എന്നിട്ട് പിന്നെയും ഒരു സംഘടനന്റെ കൂടെ കൂടി അദ്ദേഹം അത് അറിയാതെ കൂടിയതേ കാരണം, അല്ലേ? അല്ലെങ്കിൽ അതിൽ ഖേദമുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് താങ്കൾക്ക് നൗഷാദ് ഹസനിയുടെ പാത സ്വീകരിക്കാം. നിങ്ങളെ ശിഷ്യനല്ലേ? നൗഷാദ് ഹസനിയുടെ പാത സ്വീകരിച്ച് താങ്കൾക്ക് അതിന് പുറത്തു പോരാ. സുന്നത്ത് ജമാഅത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി അദ്ദേഹം പുതിയൊരു പാർട്ടി ഉണ്ടാക്കേണ്ടത്രേ. സുന്നി എന്താണ് പിന്നെ വാട്സപ്പിലൊക്കെ കണ്ടത്? സുന്നി കേരള സുന്നി ജമാഅത്ത്. അതിൽ അംഗൈക്കൂടെ നിങ്ങൾക്ക് താങ്കൾക്ക് അതിൽ അംഗൈക്കൂടെ നൗഷാദ് ഹസനിയുടെ കൂടെ കൂടി താങ്കൾക്ക് അതിൽ അംഗൈക്കൂടെ അദ്ദേഹങ്ങളെ പ്രസിഡന്റ് ആക്കാൻ തയ്യാറാവും. നിങ്ങളിപ്പോ ചെന്നാൽ മതി, അദ്ദേഹം പ്രസിഡന്റ് ആയിക്കോളും. മൂപ്പർ ജനറൽ സെക്രട്ടറിയും ഹാഫിദ് ട്രഷററുമായിട്ടൊരു സംഘടന ഉണ്ടാക്കിക്കൂടെ? എന്തിനത്ര ഇടങ്ങേറായിട്ടത്? താങ്കൾ ഈ ആശങ്ക വെച്ചുകൊണ്ട് താങ്കൾ എന്തിനതിൽ നിൽക്കണം? ഇതിന് മൂപ്പര് പറ അന്നെ ഉണ്ടായിരുന്നല്ലോ ഇസ്ലാം, പിന്നെ എന്തിനാ നമ്മൾ സുന്നത്ത് ജമാഅത്തൊന്നും സമസ്താന്നൊക്കെ പറഞ്ഞ് മാറിയിരിക്കണു? അപ്പോ അതിന് പ്രധാനമായ കാരണങ്ങളുണ്ട്. കാരണം ആ ഇസ്ലാമിൽ ആ മുസ്ലിം എന്ന് പറയുന്നതിൽ ബിദ്അത്തുകാരൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഒരു പ്രത്യേക സംഘടനയാണ് നിൽക്കുന്നത്. അദ്ദേഹം അവിടെ പങ്കുവെച്ച ആശങ്കയാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അതുകൊണ്ട് തന്നെ ഈ പ്രസംഗം അദ്ദേഹത്തോട് ഈ ഒരു പ്രസംഗവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കുറച്ച് പറഞ്ഞാൽ മതി. കേൾക്കും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, കേൾക്കും. അദ്ദേഹത്തെ പ്രസംഗിക്കാൻ പോലും സമ്മതിക്കാത്ത അദ്ദേഹം പ്രസംഗിക്കരുതേ, പ്രസംഗിക്കണ്ടെന്ന് ഇതിൽ പെടുകയാണ് ആര് ചെയ്യുന്നത്? ഈ മൂപ്പര പ്രസംഗത്തിൽ പെട്ടു നമ്മളെ പിന്നെ ഇവരൊക്കെ ആര് കാന്തപുരവും പേരോടും ഒക്കെ ഇതിലിട്ട് പെടുകയാണ്. ഇനി എന്താ പറയാ? അപ്പൊ പിന്നെ ഇങ്ങനെ വിശദീകരിക്കാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് സുന്നി. പിന്നെന്തിന് എത്ര കാലം നമ്മൾ സുന്നി എന്ന് പറഞ്ഞത്? എന്താ പറയേണ്ടിയിരുന്നില്ലല്ലോ? മുസ്ലിമാന്ന് പറഞ്ഞാൽ മതിയെന്നല്ലോ, അല്ലേ? ഒക്കെ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ചില ആൾക്കാരല്ലേ നമ്മളെ നാട്ടില് ഞാൻ സുന്നി ജമാഅത്തും മുജാഹിദും എന്നല്ല അറിയും. പിന്നെന്താ?
ഞാൻ സുന്നി ജമാഅത്ത് മുജാഹിദൊന്നല്ല. നിങ്ങൾ വീട്ടിൽ അങ്ങനത്തെ ആൾക്കാർ ഗൾഫിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് പ്രത്യേകം അങ്ങനത്തെ സ്വഭാവമുണ്ട്. കുറെ ആളുകൾക്ക് ഗൾഫിൽ നിന്ന് ചില ആളുകൾ വരുമ്പോൾ അവർക്ക് ചില ആളുകൾ സാധാരണഗതിയിൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ സുന്നി ജമാഅത്തും മുജാഹിദൊന്നല്ല. പിന്നെ നിങ്ങൾ പിന്നെന്താണ്? ഞാന് കോമൺ മുസ്ലിമാണ്, ഞാൻ മുസ്ലിമാണ്. നമ്മുടെ നാട്ടിലെ ചില ആൾക്കാരുണ്ട്, ഞാൻ മുസ്ലിമാണ്. ഓ സുന്നിയാണെന്ന് പറയാൻ തയ്യാറാവൂല. സുന്നിയാണെന്ന് പറയാൻ തയ്യാറാകാത്തവനാണ് ഞാൻ മുസ്ലിമാണെന്ന് പറയാം. സുന്നി ആണ് എന്ന് പറയാൻ തയ്യാറാകാത്ത ആളുകൾ ഞാൻ വെറും മുസ്ലിമാണ് പറയും. അല്ലെ ഞാൻ സുന്നിയാണെന്ന് പറയാൻ പറ്റൂല, ഞാൻ സുന്നിയെന്നല്ല അറിയും. എന്തോ ഒരു അപകടം പണഞ്ഞമായാണ്, എന്തോ ഒരു അപകടത്തെ പോലെയാണ് ഒരു സുന്നി തന്നെ കാണുന്നത്. വലിയ എന്തോ ഒരു തെറ്റ് ചെയ്തതുപോലെ. ഓ സുന്നിയാത്തരേ, ഓൻ ഭയങ്കര സുന്നിയാണ്. നമ്മളൊക്കെ ചിലപ്പോൾ ആൾക്കാർ പറയും ഓൻ ഒരു സുന്നിയാണ്. അപ്പൊ ആളും സുന്നി തന്നെ ആയിരിക്കും ജീവിതം കൊണ്ടൊക്കെ പ്രവർത്തനം കൊണ്ടൊക്കെ. പക്ഷെ സുന്നി എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സാധനമാണെന്ന് മനസ്സിലാക്കി വെച്ചിട്ടാണ്. അപ്പൊ സുന്നി എന്ന് പറയാൻ ചില ആളുകൾക്ക് ഒരു മടിയാ. എല്ലാവരെയും മുമ്പിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ഒരു സുന്നി എന്നൊക്കെ പറയാം. മറ്റുള്ള ഒരു പൊതുസമൂഹത്തിന്റെ അടിയിൽ നമ്മൾ സുന്നി എന്ന് പറയാൻ ചില ആളുകൾക്ക് ചില അടങ്ങാറാണ്. അങ്ങനെ ഈ പൊതുസമൂഹത്തിലെ ഒരു എല്ലാവരുടെയും നേതാവായി പൊതുജന മുമ്പിൽ മൊത്തം ഒരു കോമൺ മുസ്ലിം നേതാവായി പ്രത്യക്ഷപ്പെടാൻ ചിലർ ആഗ്രഹിക്കുന്നതിന്റെ ഫലമായിട്ടാണ് ഇപ്പൊ അങ്ങനെ പുതിയ ഇസ്ലാമിക സംഘടനകളൊക്കെ രൂപീകരിക്കുന്നത്. അല്ലേ? ഇത്ര കാലല്ലാത്ത ഇസ്ലാമൊക്കെ ബഹുമാനപ്പെട്ട ഇസ്മായിൽ മുസ്ലിയാർ അല്ല, സുലൈമാൻ മുസ്ലിയാർ ചോദിച്ചില്ലേ, എന്താ പഴയ കാലത്ത് ഇസ്ലാമൊന്നും ഉണ്ടായിരുന്നില്ലേ എന്ന്? മൂപ്പരെ ചോദിക്കല്ല നിങ്ങള്. പഴയ കാലത്തും ഇസ്ലാമൊക്കെ ഉണ്ടായിരുന്നല്ലോ. സുലൈമാൻ മുസ്ലിയാർ ഒന്നും കൂടി ചോദിച്ചാണ് ഞാൻ ചോദ്യം ഞങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം എന്താ? പക്ഷെ അതിലെല്ലാ വിധേയത്തിലുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ മാറി നിന്നത്. താങ്കൾ കേൾക്കുന്നുണ്ടോ? ഒന്നുകൂടി അത് വാക്ക് പറയൂ. താങ്കൾ നിർത്തുന്നതിന് മുമ്പ്, താങ്കളിപ്പോ പ്രസംഗം നിർത്തിച്ചാൽ താങ്കൾ ആളുകൾ തയ്യാറായി നിൽക്കുന്നത്, അതിനു മുമ്പ് താങ്കൾ ഒന്നുകൂടി അതൊന്ന് പറയൂ. അതിനാണ് ഇവരെല്ലാം കൂടിയിട്ട്. അതല്ലെങ്കിൽ വേറൊന്നും ആയില്ല. പക്ഷെ മുസ്ലിം ജമാഅത്ത് അറിഞ്ഞുകൊണ്ട് സുന്നി അല്ലാതാവുന്ന നിങ്ങൾ മനസ്സിലാക്കണ്ട. സുന്നത്ത് ജമാഅത്ത് തന്നെ യഥാർത്ഥ ഇസ്ലാം. അത് നിലനിർത്തല് നമ്മൾ ആവശ്യമാണ്. അതിനാണ് ഇവരെല്ലാം കൂടിയിട്ട്. അത് നിലനിർത്തല് നമ്മൾ ആവശ്യമാണ്. അതിനാണ് ഇവരെല്ലാം കൂടിയിട്ട്. അതല്ലെങ്കിൽ സമസ്ത എന്നുള്ളത് പണ്ട് തന്നെ ഉണ്ടാക്കേണ്ടില്ലല്ലോ. മുസ്ലിമീങ്ങൾ ഇസ്ലാം മതിയായിരുന്നല്ലോ. ഇന്ന ഇസ്ലാം. അപ്പൊ ഇസ്ലാം യഥാർത്ഥ ഇസ്ലാം കഴിച്ചു പോയതുണ്ട്, മുബ്തദീങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഈ വിദ്യാർത്ഥികളോട് എങ്ങനെ പെരുമാറണം? നമ്മൾ ഇസ്ലാമിനെ നമ്മൾ എങ്ങനെ ശക്തിപ്പെടുത്തണം? യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിന്റെ ഐഡിയാരോട് വിദ്യാർത്ഥികാർക്ക് വരെ വിരോധമില്ല. അവർ പറഞ്ഞ സത്യമാണെന്ന് അവർക്ക് പിന്നെ മനസ്സിലാവും. പെടുന്നതില് അവരെതിർക്കുകയാണെങ്കിൽ ഈ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇതിൽ എല്ലാ ആൾക്കാരും ഉണ്ടോ? അതുകൊണ്ടാണ് പഴയ കാലത്ത് നമ്മൾ ഇസ്ലാം ഇല്ലാത്തതുകൊണ്ടല്ല സമസ്ത എന്ന് പറഞ്ഞതും സുന്നി എന്ന് പറഞ്ഞതും. അന്ന് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പഴയ കാലത്ത് തന്നെ നമ്മൾ പ്രയോഗിച്ചു വരുന്നത് ഇസ്ലാം ഇല്ലാത്തതുകൊണ്ടല്ല. അന്നും ഇസ്ലാമും മുസ്ലിമും ഒക്കെ ഉണ്ട്, അല്ലേ? അത് എവിടെയും പ്രയോഗിക്കാൻ സമ്മതിക്കാത്തതിൽ വളരെ തീവ്രവാദം പുലർത്തിയുന്ന ആളുകളായിരുന്നു കാന്തപുരത്തിന്റെ ആളുകൾ. ഇപ്പോഴോ അത് പോയി. ബഹുജന സംഘടന, സുന്നി സംഘടന, അതിന് ബഹുജന സംഘടനയാണ് എല്ലാ രേഖകളിലും. അത് ഉണ്ടാക്കിയ 1954 മെയ് മാസം മുതൽ ഇന്ന് വരെ ഏതൊക്കെ വിഭാഗം SYS എന്ന് പറയുന്നുണ്ടോ അവരൊക്കെ അത് പറയുന്നത് ബഹുജന സംഘടന എന്നാണ്, യുവജന സംഘടന എന്നല്ല. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അതിന്റെ ജനറൽ സെക്രട്ടറി എത്ര വയസ്സായിരിക്കുന്നു? പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ചെറുപ്പക്കാരന, യുവാവ, 40 38 കല്യാണം കഴിച്ചുകൂടോ? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ SYSക്ക് അതിന്റെ നേതൃത്വത്തിൽ കടന്നു വരുന്നതിന് 58 കഴിഞ്ഞിട്ടാണ്. റിട്ടയർഡ് ആകാൻ കേന്ദ്ര ഗവൺമെന്റിൽ പോലും റിട്ടയർഡ് ആകേണ്ട പ്രായമാണ് 58, അല്ലേ? 55 കഴിഞ്ഞ് 58 കഴിഞ്ഞിട്ടാണ്. എല്ലാ റിട്ടയർമെന്റും കഴിഞ്ഞിട്ടാണ് MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ എല്ലാ റിട്ടയർമെന്റ് പ്രായവും കഴിഞ്ഞിട്ടാണ് SYSന്റെ നേതൃത്വത്തിൽ കടന്നു വരുന്നത്. മൂപ്പരൊക്കെ എന്തായിരുന്നു? യുവജനയായിരുന്നു. അതൊരു ബഹുജന സംഘടനയായിരുന്നു. ആ സംഘടന ബഹുജന സംഘടനയും വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനം എന്ന് പറയാം. അതാണ് വെറും വിദ്യാർത്ഥികൾക്ക്, കറകളഞ്ഞ വിദ്യാർത്ഥികളുണ്ടല്ലോ, വെറും വിദ്യാർത്ഥികൾക്ക് അവർക്ക് SBSഉം അതുപോലെ തന്നെ SKSBV ഒക്കെ ഉണ്ടാക്കാൻ കാരണം SSF എന്ന് പറഞ്ഞാൽ ഒരു യുവജന പ്രസ്ഥാനമാണ്. വിദ്യാർത്ഥികളും മുതിർന്ന വിദ്യാർത്ഥികളും യുവജനങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ്. അതുപോലെ തന്നെ SYS എന്ന് പറഞ്ഞാൽ പിന്നെ യുവജനങ്ങളും ബഹുജനങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ടാണ് SKSBVയും അതുപോലെ തന്നെ മറ്റു വിഭാഗത്തിന് SBSഉം ഒക്കെ പുതിയ വിദ്യാർത്ഥികൾക്കായി കുരുന്നുകൾക്കായി ഒരു സംഘടന ഉണ്ടാക്കിയിരുന്നത്.
വൈ മീൻ എന്ന് പറഞ്ഞാൽ യുവജനം എന്നാണ്. പക്ഷേ ആ യുവജനത്തിന്റെ അർത്ഥം എല്ലായിടത്തും എഴുതി വെച്ചിരിക്കുന്നത് ബഹുജന സംഘടന എന്നാണ്. SYS ഉണ്ടാക്കി അത് ബഹുജന സംഘടന, മറ്റുള്ള ആളുകൾക്ക് പോലും പങ്കെടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ബഹുജന സംഘടന. അങ്ങനെയാണ് അതിന്റെ എല്ലാ രേഖകളിലും. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ SYSന്റെ സൈറ്റ് പരിശോധിക്കുകയാണെങ്കിൽ, SYS കേരള എന്ന സൈറ്റ് പരിശോധിച്ചാൽ അതിലെ എബൌട്ടസ് എന്നതിൽ പിന്നെ ഹിസ്റ്ററി ഉണ്ടാവും. ആ ഹിസ്റ്ററി ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയും. ഇത് സുന്നി യുവജന സംഘം എന്ന് പറയുന്നത് ബഹുജനങ്ങൾക്ക് വേണ്ടിയാണ്, ബഹുജന മുന്നേറ്റത്തിന് വേണ്ടിയാണ്, ബഹുജനങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട നോഫൽ 556 എന്ന ഐഡിയിലുള്ള സുഹൃത്തിന് അത് കൃത്യമായി മനസ്സിലാക്കും. അങ്ങനെയാണ്, അത് ബഹുജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അന്ന് അങ്ങനെ ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് SSFലും SKSFലും ഒക്കെ യുവജനങ്ങൾക്ക് പ്രാധാന്യം നൽകിയത്. അത് യുവജന സംഘടനയായി മാറി. പേരങ്ങനെയാണ്. കാരണം വിദ്യാർത്ഥികളിലെ മുതിർന്നവരും വിദ്യാർത്ഥി ജീവിതം കഴിഞ്ഞുകൊണ്ട് പിന്നെ അടുത്ത കാലത്തൊക്കെ ഉള്ള ആളുകളും ഒരു 10-40 വയസ്സ് വരെയൊക്കെ അതിൽ തന്നെ ഉണ്ടാകുക. 40 വയസ്സൊക്കെ കഴിയുമ്പോഴാണ് നേരെ അങ്ങോട്ട് കിടക്കുക, എടുക്ക് SYSക്ക്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് അവസാനം വരെ അതിലുണ്ടാകുക. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പിന്നെ ബഹുമാനപ്പെട്ട സുലൈമാൻ മുസ്ലിയാരോട് സംസാരിക്കാൻ പോലും ആൾറെഡി സെക്രട്ടറി നിങ്ങൾ കണ്ടോ? ആ ഭാഗം കണ്ടോ? AP വിഭാഗത്തിന്. എന്നിട്ട് ഇവർ പിന്നൊരു ബഹുജന സംഘടന സുന്നി ഒഴിവാക്കി ഉണ്ടാക്കുമ്പോ അതിനെക്കുറിച്ചാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിൽ ഡിലീറ്റ് ചെയ്യേണ്ട ആദ്യം. ഏറ്റവും ചുരുങ്ങിയത് എഡിറ്റെങ്കിലും ചെയ്യണ്ടേ? അത് യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ ഇപ്പോ നമ്മളെ ബഹുമാനപ്പെട്ട പിന്നെ ബാഫക്കി പിന്നെ നമ്മളെ ഖലീൽ ബുഖാരി തങ്ങൾ പറഞ്ഞത് യുവജനങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ഉണ്ടാക്കിയിട്ട് 1954 മുതൽ ഇന്ന് വരെ അതിന് പിരിഞ്ഞുപോയി അതിന്റെ ഞങ്ങളതാണെന്ന് അവകാശപ്പെടുന്നവരും അതിന്റെ യഥാർത്ഥ ഉടമസ്ഥരുമായ ആളുകളൊക്കെ ഇന്നും പറയുന്നത് എന്താ? SYS ബഹുജന സംഘടനയാണ്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, തങ്ങളെ പിന്നെ ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദിനെ പിന്നെ പ്രസംഗിക്കാൻ കൂടുതൽ സംസാരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനവറുകളെ ഈ പിന്നെ അദ്ദേഹത്തെ ഈ ചോദ്യം ചെയ്യലിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന രംഗം നോക്കി നിങ്ങൾ. കുറച്ച് പറഞ്ഞാൽ മതി. മൂപ്പർക്കൊക്കെ മുഴുവൻ പറയാന് SSFകാരെന്ന് അനുമതി കൊടുത്തിരുന്നെങ്കിൽ അല്ലേ, അവരെ സമസ്തയുടെ പ്രസിഡന്റിനെ SSFകാർ അലി അബ്ദുള്ള അടക്കമുള്ള ആളുകളൊക്കെ ഒരു അനുമതി കൊടുത്തിരുന്നുവെങ്കിൽ അതിന്റെ വീഡിയോ ക്ലിപ്പ് തന്നെ ഉണ്ട്. അത് കാണിച്ചാൽ വേണമെങ്കിൽ നിഷേധിക്കുന്ന ആളുകൾക്ക് അതിന്റെ വീഡിയോ ക്ലിപ്പ് തന്നെ ഉണ്ട്. കുറച്ച് പറഞ്ഞാൽ മതി. കുറച്ച് പറഞ്ഞാൽ മതി. മൂപ്പർക്കൊക്കെ മുഴുവൻ പറയാൻ അവസരം കൊടുത്തൊക്കെ നിങ്ങളെ സുന്നി നിങ്ങളെ മുസ്ലിം ജമാഅത്തൊക്കെ പൊളിച്ച് കയ്യു തന്നിരുന്നു. അറിയങ്ങള് ഒന്നുകൂടി കേൾക്കണോ? ഒന്നും കൂടി കേൾക്കാത്ത തങ്ങളെ. അല്ലാതെ ഉറക്കനെ പറയാൻ പറ്റുമോ? സൗണ്ടില്ല. അത് മൈക്കിൽ വിളിച്ചു പറയാൻ പറ്റില്ല. നിങ്ങൾ കുറച്ച് മാത്രം സംസാരിച്ചാൽ മതി എന്നല്ല പറ്റും. മെല്ലെ പറയാൻ നിങ്ങൾ കുറച്ച് പറഞ്ഞാൽ മതി. കുറച്ച് പറഞ്ഞാൽ മതി. അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഉറക്കനെ പറയാൻ പറ്റുമോ? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ വരെ കാണിച്ചു തരാം. അതൊക്കെ എഡിറ്റ് ചെയ്ത് ഇറക്കിക്കോളുണ്ട്. നിങ്ങൾ ആൾക്കാരെങ്കിലും കേൾക്കണ്ട. അപ്പൊ കേട്ടോല് കേട്ടാൽ മതി. അതൊന്നും കൂടുതൽ ആൾക്കാർ കേൾക്കാൻ പറ്റുന്ന കാര്യമല്ല അല്ലേ? ഈ രൂപത്തിൽ ഉസ്താദുമാരെയൊക്കെ നിയന്ത്രിക്കുകയും പറയാൻ പോലും സമ്മതം കൊടുക്കാതെ അവരൊക്കെ വരച്ച വരയിൽ നിർത്തി അല്ലേ എണീറ്റ് നിന്ന് സംസാരിക്കുമ്പോഴേ ഒന്നും പറയരുത്. കാരണം ഇതിന് എതിർപ്പാണ് മൂപ്പർക്ക്. മുസ്ലിം ജമാഅത്തിന് എതിർപ്പാണ്. ഇതിന്റെയൊക്കെ മുഴുവൻ രഹസ്യങ്ങളും ആരൊക്കെ ഇതുമായി എതിർത്ത് സംസാരിച്ചിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദീകരണങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മളെ ക്ലാസ് റൂമിലൂടെയൊക്കെ വരാൻ പോവുക. ഇവർക്ക് എന്തുണ്ടെങ്കിലും അല്ലേ? നിങ്ങളൊന്ന് പറയും, നൗഫൽ നിങ്ങൾക്ക് മൈക്കിൽ വരാം,
നിങ്ങൾക്ക് മൈക്കിൽ വരാം, നൗഫലിന് മൈക്കിൽ വരാം. ഇത് നിങ്ങളൊന്ന് പറയും, നിങ്ങളൊന്ന് പറയും. നിങ്ങളിപ്പോ ആ സൈറ്റ് നോക്കിയാലോ, അതിൽ നിങ്ങൾ എന്താ കണ്ടത്? നിങ്ങൾ സൈറ്റ് നോക്കിയാലോ, സൈറ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തേ കിട്ടി? അതിലെന്താ ഉള്ളത്? നൗഫൽ 556. നിങ്ങൾ ആ സൈറ്റ് നോക്കിയപ്പോ എന്തെങ്കിലും കിട്ടി? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പൊ ഏതാനും സുലൈമാൻ ഉസ്താദിനോട് ഞങ്ങൾക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഈ ഒക്ടോബർ 15-ാം തീയതി ബഹുമാനപ്പെട്ട നൗഷാദ് ഹസനി എങ്ങാനും ഒരു കേരള സുന്നി ജമാഅത്ത് പ്രഖ്യാപിക്കണമെങ്കിൽ ഉസ്താദിന് ഏറ്റവും നല്ലത് അതിന്റെ പ്രസിഡന്റായാലും. ഞങ്ങൾക്കൊരു പ്രസിഡന്റായാൽ മതിയല്ലോ, പിന്നെ വേറെ ഒന്നും ആവശ്യമില്ലല്ലോ. ആ നിങ്ങൾക്ക് അതുള്ള ജീവിതത്തിൽ ഒരു പ്രസിഡന്റ് ആകാനില്ല. ആ പ്രസിഡന്റ് നൗഷാദ് ഹസനികളാക്കാൻ തയ്യാറാവും. അദ്ദേഹത്തിന്റെ സംഘടനയിൽ കൂടിയിട്ട് പ്രസിഡന്റായി ശിഷ്ടം ജീവിതം കഷ്ടപ്പാടില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ താങ്കൾക്ക് പിന്നെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് താങ്കൾ ഈ പറയുന്ന കാര്യത്തോട് കൂറ് പുലർത്തണം, നീതി പുലർത്തണം എന്ന് മാത്രം താങ്കളോട് ഉണർത്തി. പഴയ കാലത്തൊക്കെ കുറെ പാവങ്ങളെ ചോറ് നടന്നു തിന്നതല്ലേ ദർസിൽ പഠിക്കുമ്പോൾ? സുന്നത്ത് ജമാഅത്ത് സുന്നിക്കുട്ടിയായിട്ട് നടന്നതല്ലേ? ഈ സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ ജീവിച്ചതല്ലേ ഉസ്താദേ? അല്ലേ? ഈ തീവ്രവാദം പറഞ്ഞുകാണ്ട് ആൾക്കാരെ കൂട്ടിങ്ങാണ്ട് പ്രസിഡന്റായതല്ലേ ഉസ്താദേ? അതിനോട് എന്തെങ്കിലും ആ തിന്ന ചോറിന് കൂറുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സുലൈമാൻ മോദിയരെ ആ നൗഷാദ് ഹസന്റെ സംഘടനയിൽ കൂടിക്കോളുണ്ട്. തിന്ന ചോറിന് കൂറുണ്ടെങ്കിൽ അല്ലേ, ആകെ ശിഷ്ടജീവിതം കഷ്ടപ്പാടില്ലാതെ എങ്ങനെയെങ്കിലും അദ്ദേഹങ്ങളെ നോക്കി പിന്നെ പോറ്റിക്കോളും. നിങ്ങൾ സുന്നിയാകാൻ തയ്യാറാണെങ്കിൽ എന്തിനാ അങ്ങനെയൊക്കെ ജീവിക്കണത്? എന്തിനാണ് ഇങ്ങനെയൊക്കെ ജീവിക്കണത്? എന്തെങ്കിലും കുറച്ച് കഞ്ഞിന്റെ വെള്ളം പോരെ നിങ്ങൾക്ക്? ഇനി എന്തെങ്കിലും മരുന്നുവാണെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും വാങ്ങിത്തരാം. എന്റെ പ്രിയപ്പെട്ട ഉസ്താദെ, ഈ താങ്കൾ വിശ്വസിക്കുന്ന സംവിധാനത്തിനെതിരെ താങ്കൾ എന്നും ക്ലാസ്സിൽ അദ്ദേഹത്തിന്റെ അഹസനിമാരായ വിദ്യാർത്ഥികൾ പറയാം, മൂപ്പര് ക്ലാസ് എടുക്കുമ്പോഴൊക്കെ സുന്നി എന്ന് തന്നെ പറയണം എന്ന് പറയും. ഇസ്ലാം എന്ന് പറയാൻ പറ്റും, സുന്നി എന്ന് തന്നെ പറയണം. അത് വളരെ നിർബന്ധം പുലർത്തിയ ആളാത്ര മൂപ്പര്. ഇടയ്ക്കൊക്കെ ക്ലാസ് ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ വരുമ്പോൾ ക്ലാസ്സിലൊക്കെ അത് ഓർമ്മപ്പെടുത്തിയിരുന്ന ആളാണ് മൂപ്പര്. സുന്നി എന്ന് പറയണം, ഇസ്ലാം എന്ന് പറയണം അല്ലേ? സുന്നി തന്നെ പ്രയോഗിക്കണം. വളരെ ശക്തമായി അദ്ദേഹം ക്ലാസ്സിലൊക്കെ കുട്ടികളെ ഓർമ്മപ്പെടുത്തിയിരുന്നൊരു സംഭവമായിരുന്നു എന്ന് ഇന്ന് എന്നോട് ആഹസനി പറഞ്ഞതാണ്. ഇൻഷാ അല്ലാഹ് പിന്നെ ആഹസനിയുടെ പേരും വിഷയമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അത് പിന്നെ നമുക്ക് വെളിപ്പെടുത്താം എന്ന് നിങ്ങളോട് ഉണർത്തി. പിന്നെ ഇനി മറ്റു ചില ക്ലിപ്പുകളിലേക്ക് നമ്മൾ കടക്കാം. മറ്റാളിപ്പോഴും പാടുകയാണ്. ഷെയ്ഖ് കവറേജ് തങ്ങളെ മുത്തുനബി സ്വപ്നത്തിലേ പിന്നെ അഹമ്മദ് ഖദ്റിനെ ഒളിച്ചിട്ട് മുടി ഷെയ്ഖ് അബൂബക്കറിന് കൊടുക്കാൻ പറഞ്ഞു. ഭയങ്കര സംഭവമല്ലേ? ഇമാതിരി ഇതൊന്നല്ല സുഹൃത്തുക്കളെ. ബുഖാരിയില് പിന്നെ മുസ്ലിം ജമാഅത്തിൽ കൂടിയാൽ ഈ കുട്ടികൾക്ക് ഇതൊക്കെ എവിടുന്ന കിട്ടുന്നു. അത് ഏറ്റവും വലിയ രസം. അപ്പൊ കാന്തപുരം, ഒറ്റ മിനിറ്റ്, കാന്തപുരം വരെ വൈസാൻഡ് ചെയ്ത് ഞങ്ങൾ ഒരു സെക്കൻഡ് കാന്തപുരം. അതിന് മുമ്പ് വേറെ പാട്ട് കേൾപ്പിച്ച ഇവരിപ്പോ ഒന്ന് പറഞ്ഞത് പിന്നെ നൂറുദ്ദീൻ തങ്ങൾ എന്താ പറഞ്ഞത് പേരോട്? ഇവരെ കേരള മുസ്ലിം ജമാഅത്തിൽ കൂടിയവർക്ക് സ്വർഗത്തിൽ ഒരു പ്രത്യേക വീടുണ്ട്. കേരള മുസ്ലിം ജമാഅത്തിൽ കൂടിയാലേ അതിന്റെ മുമ്പ് ഇവര് ഇതൊക്കെ ബുഖാരിയിലെ ഹദീസ് എടുത്തിട്ടാണ് പറയുന്നത്. ഈ ബുഖാരിയിലെ ഹദീസ് മുടിയുടെ സനത് വരെ ബുഖാരിയിലുണ്ട് എന്ന് പറഞ്ഞ മനുഷ്യന്മാരാ.
മർക്കസിലെ മുടിനെ കുറിച്ചിട്ട് ബുഖാരിയിലുണ്ട്. അപ്പൊ ഈ കുട്ടികൾ പാടുന്ന വെറുതെ അല്ല, ഇനി ഇവരെ കുട്ടികൾ പാടും നാളെ കേരള മുസ്ലിം ജമാഅത്ത് അതിനെക്കുറിച്ച് ബുഖാരിയിലുണ്ട് എന്നൊക്കെ അടുത്ത പാട്ട് വരാൻ പോവുക. നിങ്ങൾ കേട്ടോളി, അതിന്റെ റേസിലൊന്ന് കേട്ടോക്കി. ചെയ്തത് അവരവിടെ ഒരാൾക്കും പോറലേൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അച്ചടക്കത്തോടെ നാം വന്ന് വളരെ പെട്ടെന്ന് കണ്ട് തന്നെയാണ് എന്നാൽ ആട്ടി വീടും നോക്കിയാൽ ആട്ടി വീടും മർക്കസ് വേദിയുള്ള പഴയകാലത്ത് ഒരു ഈ എക്സിബിഷൻ എന്തോ പരിപാടി ഓരോ എന്തോ പരിപാടിയുള്ള സമയത്ത് നാട്ടിലൊക്കെ അങ്ങനെ പരിപാടികൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ ക്യൂ നിൽക്കുമ്പോൾ അവിടെ ചെന്ന് നോക്കി നിർത്തേ ചെന്ന് നോക്കണോലൊക്കെ ചിരിച്ചു പോരാത്രേ. വാക്കില്ലോലൊക്കെ ഇങ്ങനെ പറഞ്ഞേക്കെ എന്താ അവിടെ നിങ്ങളൊന്ന് പോയി നോക്കി നിർത്തേ. അപ്പൊ ആൾക്കാർ ചെന്ന് നോക്കുമ്പോൾ അത്ഭുതം കാണാന്ന് പറഞ്ഞാണ്ട് 5 റുപ്യ വാങ്ങിയിട്ട് അത്ഭുതം കാണിച്ചു കൊടുക്കുകയാണ്. ചെല്ലുന്ന ആൾക്കാർക്കൊക്കെ മാറി കാണിച്ചു കൊടുക്കുകയാണ്. അതുമാതിരി മർക്കസിൽ ചെന്നാല് മൂപ്പരിപ്പൊ കാണിച്ചു തരും അല്ലേ. ചില വലിയ അത്ഭുതമാണ്. 5 റുപ്യ കൊടുത്ത എല്ലാവരും കാണാറ്, ആരും കണ്ടോലാരും മുണ്ടൂല. കാരണം കണ്ട ഞാൻ ഈ അബദ്ധാണ് കണ്ടു എന്ന് പറയില്ലല്ലോ. അതാണ് ചെന്ന് നോക്കൂ എന്ന് പറഞ്ഞത് കുട്ടികളെ.
എന്തുണ്ടായി സുഹൃത്തെ ചിന്തിക്കൂ കേട്ടി ഉസ്താദ് എല്ലാ നിലയ്ക്കും വിജയത്തില റബ്ബിൻ തൃപ്തിയില അത് കുടിച്ച കുട്ടികൾ ഭ്രാന്തന്മാരാകുന്നു. ഒഴുക്കിയ പണമെല്ലാം ഉസ്താദ് എടുക്കുന്നു. പിന്നെ ഭ്രാന്ത് ആയിടുന്നേ. ഇതാണ് ഈ കുട്ടികളെ പാട്ട്. ഇനിയിപ്പോ നാളെ മുസ്ലിം ജമാഅത്ത് ബുഖാരിയിലുണ്ട് എന്ന് പാടൂലേ? ഇന്നലെ പേരോട് പ്രസംഗിച്ചതല്ലേ? ബുഖാരിയിലുണ്ട്, കേരള മുസ്ലിം ജമാഅത്തിൽ മെമ്പർഷിപ്പ് എടുക്കുന്ന ആൾക്കാർക്ക് സ്വർഗത്തിലൊരു സ്ഥാനമുണ്ട് എന്ന് ബുഖാരിയിലുണ്ട് എന്ന് പറഞ്ഞത്. നാളെ ഇനി കുട്ടികളത് പാടും. കുട്ടികളത് പാടിയാലോ? കുട്ടികളത് പാടി ആരാതിന് ഉത്തരവാദി? ഏതായാലും കാന്തപുരം CITU മൈക്കിൽ വരും. കാന്തപുരം നിങ്ങൾക്ക് മൈക്കിൽ വരാം. ഹലോ, റൈസാന്റെ ജാത്തിയോ? പ്രിയമുള്ള സാദാത്തുക്കളെ, ഉലമാക്കളെ, സഭയിലിരിക്കുന്ന സ്നേഹിതന്മാർ, ഇനി നമ്മൾ ഇവിടെ കൂടിയ ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കേട്ടുകഴിഞ്ഞു. ഇനി പ്രഖ്യാപനത്തിനും നിങ്ങളൊക്കെ ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സംഘടനകളിങ്ങനെ തോനുണ്ടാക്കിയാൽ അതൊരു ഭിന്നിപ്പിന് കാരണമല്ലാതെ അല്ലാഹു തആല ശക്തിക്ക് കാരണമാക്കി തട്ടെ. ഇപ്പുണ്ടാക്കുന്നതിന്റെ പേര് മുസ്ലിം ജമാഅത്താ. അത് ഏറൊന്നും കഴിയില്ല. പക്ഷെ മുസ്ലിം ജമാഅത്ത് അറിഞ്ഞുകൊണ്ട് സുന്നല്ലാതാവുന്ന നിങ്ങൾ മനസ്സിലാക്കണ്ട. സുന്നത്ത് ജമാഅത്ത് തന്നെ യഥാർത്ഥ ഇസ്ലാം. അത് നിലനിർത്തല് നമ്മൾ ആവശ്യമാണ്. അതിനാണ് ഇവരെല്ലാം പാടെ കൂടിയിട്ട്. അതല്ലെങ്കിൽ സമസ്ഥാനുള്ളത് പണ്ട് തന്നെ ഉണ്ടാക്കേണ്ടില്ലല്ലോ. മുസ്ലിമീങ്ങൾ ഇസ്ലാം മതിയായിരുന്നല്ലോ. ഇന്ന ദീനുൽ ഇസ്ലാം. അപ്പൊ ഇസ്ലാമിന് യഥാർത്ഥ ഇസ്ലാം പേച്ചു പോയതുണ്ട്, മുബ്തദീങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഈ വിദ്യാർത്ഥികാരോടെങ്ങനെ പെരുമാറുന്ന നമ്മൾ ഇസ്ലാമിനെ നമ്മളെങ്ങനെ ശക്തിപ്പെടുത്തണം? യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിന്റെ അയൽക്കാരോട് വിദ്യാർത്ഥികാർക്ക് വരെ ആ സമയത്താണിപ്പോ സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലുകാരോട് ബിദഅത്തുകാർക്ക് വരെ പേടിയും ബഹുമാനമുള്ള സമയത്താണിപ്പോ പിന്നെയും ഈ ഇസ്ലാം എന്ന് പറഞ്ഞു വരേണ്ട ആവശ്യം. യഥാർത്ഥ ഇസ്ലാം എന്ന് പറഞ്ഞ സുന്നത്ത് ജമാഅത്താണ്. അപ്പൊ സുന്നത്ത് ജമാഅത്ത് മാത്രം മതിയും. അതേതായാലും കേട്ടതാണ്. ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലേ? ഇനി പിന്നെ അതുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് ചർച്ചയ്ക്ക് ആഗ്രഹിക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചർച്ചയിൽ പങ്കെടുക്കാം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, ഡോക്ടർ മാറ്റി. ഇനി ചർച്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ചർച്ചയ്ക്ക് ആഗ്രഹിക്കുന്ന ആളുകൾ ആ ഫുള്ള് കേട്ടാണ്. ഫുള്ള് കേട്ടാ ഫുള്ള് കേട്ടിട്ടുണ്ട്. ക്ലിയർ ഉള്ളതുണ്ട് അല്ലേ? ക്ലിയർ ഉള്ളതുണ്ട് എന്ന് പറയാം. അവിടെ ഉണ്ട് ഇൻഷാ അല്ലാഹ്. ഇനിയിപ്പോ എന്തെങ്കിലും ചോദിക്കാണ്ടേ ചോദിച്ചു.
അതിന് ചോദിക്കാൻ ആഗ്രഹമുള്ള ആളുകളുണ്ടെങ്കിൽ വന്ന് ചോദിച്ചോളിയും ഇൻഷാ അല്ലാഹ്. അല്ലെങ്കിൽ ഏകദേശം 1 മണിയായി. പിന്നെ ഇനി അതുമായി ബന്ധപ്പെട്ട് മറ്റു വല്ല ക്ലിപ്പുകളുണ്ടെങ്കിൽ അത് കേൾപ്പിക്കാം. ഏതൊക്കെ വേറെ 1-2 ക്ലിപ്പുണ്ട് തന്നെയല്ലോ അല്ലേ? വേറെ 1-2 ക്ലിപ്പുകൾ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അമേരിക്കക്കാരനൊക്കെ പോയോ? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇങ്ങനെ പല തട്ടിപ്പുകളും ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലേ? എന്തൊക്കെ പാട്ടവർ പാടിയുന്നത്. വേറൊരു പാട്ടൊക്കെ നിങ്ങൾ ഈ കുട്ടികൾക്ക് പേരിട്ടപ്പോ കുട്ടികൾ കെട്ടിക്കള് മാറ്റൂലെത്തി പാടിയതാണ്. തിരുകേശപ്പള്ളിന്ന് പേരിട്ടപ്പോ കുട്ടികൾ പാട്ടുണ്ടാക്കി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മാറിയത്. ഇപ്പൊ കുട്ടികൾ എന്ത് പേരിട്ടാലും ഇനിയിപ്പോ മുസ്ലിം ജമാഅത്തിന്റെ പേരിൽ പെട്ടെന്ന് പാട്ടിറക്കൂല. കാരണം അത് മാറ്റിയാലോ അല്ലേ? അല്ലെങ്കിൽ മുസ്ലിം ജമാഅത്തെന്ന് പേരിട്ടു, കുറച്ച് കഴിഞ്ഞപ്പോ അത് മാറ്റിട്ടു എന്ന് പറയേണ്ടി വരൂലേ പാട്ട്? ഇനിയിപ്പോ ഇവര് പാടുകയാണെങ്കിൽ എന്താ പാടുക? ഈ പാട്ട് പാടുകയാണെങ്കിൽ ഇപ്പോ തിരുകേശപ്പള്ളി എന്ന പേരിട്ടു, കുറച്ച് കഴിഞ്ഞപ്പോ അത് മാറ്റിട്ടു എന്ന് പറയേണ്ടി വരും. പിന്നെ അത് കുഴിച്ചിട്ടു എന്ന് പറയേണ്ടി വരും. ഇപ്പൊ സാധനമല്ലല്ലോ. അപ്പൊ ഇതിങ്ങനെ ഓരോ സമയത്ത് ആദ്യം നിടും, പിന്നെ അത് മാറ്റിയിടും, പിന്നെ അത് കുഴിച്ചിടും. അപ്പൊ അതിനെ ഏതാണ്ട് ഇവര് വെക്കൂല. ഏതായാലും കുട്ടികൾ പാടിക്കുണിയാ. അന്നിങ്ങനെ പാടിയ കുട്ടികൾ എന്നും കൈരളിക്കഭിമാനമായിടട്ടെ വന്നിടട്ടെ എന്നും കൈരളിക്കഭിമാനമായിടട്ടെ സർവകുറ്റ തിരുകേശം എത്തിയിടട്ടെ നദിശേഷിക്കുന്ന ആദരവേറിടട്ടെ സർവകുറ്റ തിരുകേശം എത്തിയിടട്ടെ നദിശേഷിക്കുന്ന ആദരവേറിടട്ടെ തിരുകേശം നേരിൽ കാണാൻ ഞാനും കൊതിച്ചു തിരുനബിയുടെ മദനിൽ മനം തുടിച്ചു തികവത്ത മസ്ജിദിന് നാമം കുറിച്ചു അത് മലബാറിൻ മണ്ണിൽ സ്ഥാനം ഉറച്ചു അന്ന് സിറാജി നൽകിയ പുണ്യകേശം ഒന്ന് പോലെ മനസ്സിലെ ദൃശ്യം അന്ന് സിറാജി നൽകിയ പുണ്യകേശം ഒന്ന് പോലെ മനസ്സിലെ ദൃശ്യം ലക്ഷം ജനം മുറക്കിയും മുരുടിട്ടെന്ന് അല്ലാഹു അക്ബറിന്ന് മുഴക്കിയെന്ന് ലക്ഷം ജനം മുറക്കിയും മുരുടിട്ടെന്ന് അല്ലാഹു അക്ബറിന്ന് മുഴക്കിയെന്ന് തിരുകേശം നേരിൽ കാണാൻ ഞാനും കൊതിച്ചു തിരുനബിയുടെ മദനിൽ മനം തുടിച്ചു ഈ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് ഏറ്റവും ചെറിയ വരിക Thank you.
നല്ലത് ഈ കുട്ടികളെ കരച്ചിൽ കേൾക്കുമ്പോൾ നോക്കാൻ നിങ്ങൾ ചിരിച്ചു പോകുന്നു. പരിശുദ്ധ തിരുകേശം കാണുവാൻ തൗഫീഖ് തന്നിടണേ. ശരേ മുബാറക് മസ്ജിദിലെത്തുവാൻ നാഥാ തുണച്ചിടണേ. പരിശുദ്ധ തിരുകേശം കാണും. ജീവിതകാലത്ത് ഈ പാട്ട് പാടുക എന്നല്ലാതെ ഈ കുട്ടികൾക്ക് അല്ലേ ആ പള്ളിക്കെത്താൻ ഒരു ഭാഗ്യം ഉണ്ടാവില്ലല്ലോ. എത്ര കാലം ഷെയറെ മുബാറക്ക് മസ്ജിദിൽ പോകാൻ ഭാഗ്യം, എത്ര കാലം കാലായതിട്ട് ഈ പാട്ട് തുടങ്ങിയിട്ട് ഞങ്ങള്. എന്റെ ഈ സിയുടെ പേരെന്താ? മുടിപ്പാട്ടുകളും. അത് ഞാൻ നോക്കിയാൽ മതി. ഷെയറെ മുബാറക്ക് പാട്ടുകൾ നോക്കിയാൽ എവിടെ വേണമെങ്കിലും കിട്ടും. ഓലെന്നെ കയറ്റി വിട്ടതാണ് യൂട്യൂബിൽ നിന്ന്. പിന്നെ ഐ ഡി മാറിയിട്ടുണ്ടാവും. കള്ള ഐ ഡി കയറ്റി വിട്ടിട്ട് പിന്നെ ഡിലീറ്റ് ചെയ്യാൻ കഴിയില്ല. ഈ കള്ള ഐ ഡി കയറ്റി വിട്ടാൽ അങ്ങനത്തെ പ്രശ്നമുണ്ട്. പിന്നെ അത് വേണ്ടാന്ന് തോന്നുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾ ഷെയറെ മുബാറക്ക് മസ്ജിദ് എന്ന് പേരിട്ടു എന്ന് പറയുമ്പോൾ മാറ്റിടുമ്പോൾ അത് ഡിലീറ്റ് ചെയ്യാൻ കഴിയൂല. അപ്പൊ മസ്ജിദുൽ ആസാർ എന്ന് പേരിട്ടു എന്നാക്കിയാൽ മതി. പക്ഷെ അതിനത് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം പാടിയെ ഡിലീറ്റ് ചെയ്യണ്ട. അതിന് കള്ള ഐ ഡിയുടെ കാര്യം ഇട്ടുക. എന്തെങ്കിലും ഒരു ഐ ഡി ഉണ്ടാക്കി കയറ്റി വിടുകയാണ്. പിന്നെയാണ് ആലോചിച്ചതൊന്ന് ഒഴിവാക്കണം. ഒഴിവാക്കാൻ നോക്കുമ്പോൾ പിന്നെ സാധനം കിട്ടൂല. പുറത്തം വിട്ടു പോയില്ലേ. പിന്നെ അതങ്ങനെ ഷെയർ ചെയ്ത് ആൾക്കാർ ഡൗൺലോഡ് ചെയ്ത് നമ്മളൊക്കെ അന്നെ ഡൗൺലോഡ് ചെയ്ത് വെച്ചാണ്. ഇനിയിപ്പോലും മാറ്റിയാലും നമ്മളെ കയ്യിൽ നിന്ന് പോകില്ല. അപ്പോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇനി ഇത് എന്താ ഒരു ചർച്ചക്കൊന്നൊരു മനുഷ്യൻ വരുന്നില്ലല്ലോ. എത്ര ദിവസമായി ഇവരെ നമ്മളിങ്ങനെ വെല്ലുവിളിച്ചാന്നല്ലാതെ ഒരാള് കയറിയിട്ട് എന്താണ് കേരള മുസ്ലിം ജമാഅത്തിന് കുഴപ്പമെന്ന് ചോദിച്ചാൽ അതിനും കൂടി ഒരു മനുഷ്യല്ലല്ലോ അല്ലേ. ഒരൊറ്റ കുട്ടികളിലല്ല നമ്മളിങ്ങനെ വെല്ലുവിളിച്ചാന്നല്ലാതെ നമ്മളെങ്ങനെ വിളിച്ചാലും ഇവര് കേൾക്കാൻ തയ്യാറല്ല. അപ്പോ ഈ കേരള മുസ്ലിം ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യം മനസ്സിലാക്കുക. 1989 ഡിസംബർ 21 വ്യാഴാഴ്ച 1 മണിക്ക് നാദിർ നൂരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും അബ്ദുസമദ് അൽ കാത്തിബും എന്ന മുജാഹിദുകാരനും അബ്ദുറഹ്മാൻ തെർവായി എന്ന ജമാഅത്തുകാരനും ഒപ്പിട്ട് അന്നവർ ജന്മം നൽകിയ, അന്നവർ ജന്മം പാകിയ കുട്ടിയാണ് 25 കൊല്ലത്തെ ഇവരുടെ വൈകൃതമായ ഗർഭത്തിൽ അല്ലെ, ഈ വിഘടന ദീനീ വിരുദ്ധ ഗർഭത്തിൽ അത് ശക്തി പ്രാപിച്ചപ്പോ 25 കൊല്ലത്തിന് ശേഷം ഇത് മലപ്പുറത്ത് വെച്ച് ഇവര് പ്രസവിച്ചിട്ടുള്ളത്. പക്ഷെ ഈ കുട്ടി അംഗവൈകല്യം നിറഞ്ഞ കുട്ടിയാണെന്നും ഇതിന് കേരള മണ്ണിൽ വളരാൻ കഴിയില്ലെന്നും എന്റെ പ്രിയപ്പെട്ട കാന്തപുരത്തോടും അദ്ദേഹത്തിന്റെ അനുയായികളോടും ഉണർത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ചർച്ച ഇവിടെ പരിസമാപ്തി കുറിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ മറ്റു ഉസ്താദുമാരെയും അതുപോലെ തന്നെ ചർച്ചയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന കേരള മുസ്ലിം ജമാഅത്തിന്റെ ഭാരവാഹികൾ ആരെങ്കിലും ഉണ്ടോ? ഇതിന് സംഘടനക്ക് പ്രസിഡന്റ് സെക്രട്ടറികളൊന്നുമില്ലല്ലോ. അതല്ല രസം. അന്താരാഷ്ട്ര സംഘടനയൊക്കെ ഉണ്ട്. പിന്നെ ഉദവി ഉസ്താദെ. അപ്പൊ ആ സമയത്ത് നിങ്ങളെ ഓസ്ട്രേലിയയുടെ ന്യൂസിലാൻഡിലൊക്കെ ഇതിന്റെ എന്തെങ്കിലും ദൂരമാണ് അവിടെയൊക്കെ മത്സരിക്കാൻ, ന്യൂസിലാൻഡിലേക്കൊക്കെ പാർലമെന്റിലേക്കൊക്കെ മത്സരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പൊ കുട്ടികൾ ഇങ്ങനെ സ്വപ്നം കണ്ടു വെക്കുക അല്ലേ. അങ്ങനെ ഇതൊക്കെ മുമ്പേ സ്വപ്നം കണ്ടിട്ട് എന്താണ്, ഇപ്പോഴൊന്നും കണ്ടല്ല. ഏതായാലും എന്തൊക്കെ രസ. ആദ്യം മക്കൾ ജനിക്കുക അല്ലേ, അല്ലെങ്കിൽ ആൾ ഇന്ത്യ ജമാഅത്തിന്റെ ഭാഗമാണെന്ന് പറയണ്ടല്ലോ. ആദ്യം ആൾ ഇന്ത്യ ജമാഅത്ത് ഉണ്ടാക്കേണ്ട ഉസ്താദ്, നല്ല അതിന്റെ ഭാഗമാണെന്ന് പറയാം. ബോംബെ കേരള മുസ്ലിം ജമാഅത്ത് പേര് മാറ്റണം. അതെ. പിന്നെ മൂപ്പര പ്രസംഗത്തിൽ പറയണ്ടേ, ബീഹാറിൽ നിന്നും ഒറീസയിൽ നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടേയിരിക്കാത്ത മൂപ്പര പ്രസംഗിക്കുമ്പോൾ ഇവിടെയും വേണം പറഞ്ഞിട്ടേ ഇവിടെ തന്നെ സംഭവം പ്രഖ്യാപിക്കണുള്ളൂ. പ്രഖ്യാപിക്കേണ്ട മുമ്പ് ഗുജറാത്തിൽ ഇവിടുന്ന് ആന്ധ്രയിൽ നിന്നും ഒറീസയിൽ നിന്നും കർണാടകയിൽ നിന്നും ഉഗാണ്ടയിൽ നിന്നും തലശ്ശേരിയിൽ നിന്നൊക്കെ ആൾക്കാർ അവിടെയൊക്കെ രൂപീകരിക്കാൻ പറഞ്ഞാണ് ഫോൺ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അത് കേട്ടില്ല നിങ്ങൾ ആ പ്രസംഗത്തില്? അതൊക്കെ തങ്ങൾ പോയി അപ്പത്തിന് കേട്ടാൽ ചിരിച്ചു ബോധം കെടും. ഞാൻ തങ്ങൾ പറഞ്ഞ മുഴുവൻ വെക്കുന്നതാണ്. ഒരു തല മുതൽ ഒരു തല വരെ ചിരിച്ചാലേ ഏർപ്പാടുള്ളൂ. ഇനി എത്ര ചിരിച്ചാലും ബാക്കി കിടക്കേണ്ട ചിറ്റങ്ങള്. ഫോണുള്ള ശബ്ദം ഇങ്ങനെ കേൾക്കല്ലേ ആൾക്കാർ. ഇയാൾ ഇവിടെ പ്രഖ്യാപിക്കുമ്പോ അവിടുന്ന് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുക ബടിമാണ്. എത്രങ്ങാനും സംഭവമാണ്. അതൊക്കെ വെച്ച് കുറെ കേട്ടു. ഇനി ഒന്നും വെക്കണ്ട. ഒക്കെ പാടെ വെച്ച് തീർച്ചാലേ ഒക്കെ കുറെ കേട്ടതായതുകൊണ്ട് ഇങ്ങനെ ഇവിടെ കൂടുതൽ വെച്ചിട്ട് രസമല്ലോ. ഏതായാലും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതൊക്കെയാണ് ഒരവസ്ഥ. പേരോട് സക്കാഫി എന്തൊക്കെ പാടെ പറഞ്ഞു പോയത്. പേരോന്റെ പ്രസംഗങ്ങൾ കേട്ടു. എന്തൊക്കെ പേരോട് പറഞ്ഞത്. പേരോട് ഈ സംഘടന ബുഖാരിയിലുണ്ട് എന്ന് പറഞ്ഞത്, സംഘടനയെ കുറിച്ച് അതിൽ അംഗാണെന്ന് പറഞ്ഞത് പേരോട്.
എല്ലാത്തിനും ആയത്തും ഹദീസും ഓതുക. മുസ്ലിം ജമാഅത്തായിട്ട് നിലനിൽക്കണം, ഭിന്നിച്ചു പോകരുത്. സുന്നി മുജാഹിദ് ജമാഅത്ത് എന്നൊന്നും പറയരുത് എന്നപ്പോ പറയണതേ. എവിടേക്ക് എത്തിപ്പോവര്? അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ, അല്ലേ? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്താ ഇവരുടെ അവസ്ഥ എന്ന് ആലോചിച്ചോക്കാം നിങ്ങൾ. ഒരു മനുഷ്യന്മാര് പരമാവധിയുടെ അപ്പുറം ഇത്രയും കാലം വളരെ തീവ്രമായ ഭാഷയിൽ ഇത് മുസ്ലിം ജമാഅത്ത്, പിന്നെ സുന്നി ജമാഅത്താണ്, സുന്നി ലീഗ് ഉണ്ടാക്കുന്ന ആൾക്കാരാ. മുസ്ലിം ലീഗിനും അതിൽ സുന്നി ലീഗ് വേണമെന്ന് വാദിച്ച ആൾക്കാരാ. സുന്നികൾക്ക് മാത്രമായി രാഷ്ട്രീയ സംഘടന, സുന്നികൾക്ക് മാത്രമായി വിദ്യാഭ്യാസ ബോർഡ്, സുന്നികൾക്ക് ഒരു മുസ്ലിങ്ങളെ മൊത്തം ബാധിക്കുന്ന ഒരു വിഷയത്തിൽ എല്ലാ മുസ്ലിങ്ങളെയും പിന്തുണയുണ്ട് എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരെയും അതുപോലെ തന്നെ നിയമസഭകളെയും ഒക്കെ ബോധ്യപ്പെടുത്തേണ്ട അനിവാര്യമായ സാഹചര്യത്തിൽ പോലും സുന്നികൾ വ്യതിരക്തമായി ഒറ്റക്ക് പോകണമെന്ന് വാദിക്കുന്ന ആൾക്കാരാണ്. ആൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ, ഒരു മുസ്ലിം പേഴ്സണൽ ലോഡിന്റെ അല്ലെങ്കിൽ മുസ്ലിം എന്ന് പറയുന്ന ഒരു സംവിധാനവുമായി യോജിച്ചുകൊണ്ട് ഒരു അപേക്ഷ പോലും കൊടുക്കരുത് എന്നാണ് ആൾക്കാരാ. അതിനാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമക്കെതിരെ വഹാബി ആരോപണമായി ഇവർ രംഗത്ത് വന്നത്. അപ്പൊ അതൊക്കെ കാലം ഇവർക്ക് ഇതിനൊക്കെ തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കാണാനുള്ള തൗഫീക്ക് നമുക്ക് തന്നെ ഉണ്ടായി. നിങ്ങൾ ചിന്തിച്ചുകൊണ്ടോ, ജീവിതത്തിൽ ഇങ്ങനൊരു മുസ്ലിം സംഘടന എന്ന് പറഞ്ഞൊരു കോമൺ മുസ്ലിം സംഘടനയ്ക്ക് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഈ തീവ്രവാദ സംവിധാനങ്ങളുമായി രംഗത്ത് വന്ന ആളുകൾ നേതൃത്വം നൽകുമെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ആരെങ്കിലും അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ ഇങ്ങനൊരു സംഭവം നമ്മൾ കേൾക്കേണ്ടി വരുമെന്ന് സ്വപ്നം കണ്ടിട്ടുണ്ടോ? അങ്ങനല്ലല്ലോ. ഈ സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നതിന് മുസ്ലിം ജമാഅത്ത് എന്ന് പറഞ്ഞാൽ മതി എന്നൊരു വാദവുമായി ഇവർ കടന്നു വരും. സുന്നത്ത് ജമാഅത്ത് എന്ന് പറയേണ്ട ആവശ്യമില്ല, മുസ്ലിം ജമാഅത്ത് എന്ന് പറഞ്ഞാൽ മതി. ഈ മുസ്ലിം ജമാഅത്തുകൾ ഇവിടെ കാലാകാലങ്ങളായിട്ടുണ്ട്. ഏത് പ്രദേശത്ത് പോയാലും നമ്മൾ മുമ്പന്നെ കേരളത്തിൽ മുസ്ലിം ജമാഅത്ത് കൗൺസിലില്ലേ, അല്ലേ? കേരളത്തിൽ എത്ര മുസ്ലിം ജമാഅത്ത് യുവജന കൗൺസിൽ, കേരള മുസ്ലിം ജമാഅത്ത് കൗൺസിൽ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേരളത്തിൽ എത്ര സംഘടനകൾ നിലനിൽക്കുന്നുണ്ട്? എല്ലാ മുസ്ലിങ്ങളെയും ഉൾപ്പെടുത്തിയിട്ട്, കേരളത്തിൽ മുസ്ലിം ജമാഅത്തുകൾ ഇഷ്ടം മാതിരി ഉണ്ട്. കേരള മുസ്ലിം ജമാഅത്ത്, നിങ്ങൾ ഇന്റർനെറ്റിൽ നിറച്ചു നോക്കി, മുസ്ലിം ജമാഅത്ത്, കേരള മുസ്ലിം ജമാഅത്ത് കൗൺസിൽ, കേരള മുസ്ലിം മുസ്ലിം ജമാഅത്ത് യുവജന കൗൺസിൽ എന്നൊക്കെ പറയുന്ന ഇഷ്ടംമാതിരി സംഘടനകളുടെ പേര് നിങ്ങൾക്ക് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട് കാണാൻ കഴിയും. അപ്പൊ കേരളത്തിൽ ഇത് ചരിത്രത്തിൽ ആദ്യമല്ല, മുഴുവൻ മുസ്ലിങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ മുസ്ലിങ്ങൾക്കും ഒരു കോമൺ ആയിട്ട് മുസ്ലിം ജമാഅത്ത് രൂപീകരിക്കുന്നത് ഇന്നും നിലയും തുടങ്ങിയ പരിപാടിയല്ല. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി സുന്നത്ത് ജമാഅത്ത് വ്യതിരക്തമായി നിൽക്കണം എന്നുള്ളത് കൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുലമ രൂപീകരിച്ചത്. മുസ്ലിം എന്ന് പറഞ്ഞാൽ അതിൽ ബിദ്അത്തുകാരൊക്കെ ഉൾപ്പെടും. അതുകൊണ്ട് യഥാർത്ഥമായി ഇസ്ലാമിന് സുന്നത്ത് ജമാഅത്ത് എന്ന് തന്നെ പറയണം എന്ന് ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് വളരെ വാശിയോട് കർക്കശത്തോടുകൂടി അദ്ദേഹം സംസാരിച്ചതാ, അല്ലേ? എന്തിനാ അതിന്റെ പേടിയും? നേരത്തെ കാന്തപുരം CITU എന്ന CITI എന്ന എഴുതിയുള്ള സുഹൃത്തിട്ടില്ലേ, അത് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. മുമ്പ് തന്നെ നമ്മളെ സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ തന്നെ മറ്റുള്ളവർക്ക് നമ്മോട് പ്രത്യേക ആദരവും പേടിയാ. സുന്നത്ത് ഇ.കെ. മുസ്ലിയാർ, അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇ.കെ. മുസ്ലിയാരുടെ ബാഗ് ഒരു ബസ്സിൽ മറന്നു വെച്ചപ്പോൾ ഒരു വഹാബി എടുത്തെടുത്തു. എടുത്തിട്ട് വഹാബി നിങ്ങൾ എന്തിനാ സുന്നിക്ക് എടുത്തു കൊടുത്തു? അയാൾ ആദർശത്തിൽ ശക്തിയുള്ള ആളാണെന്ന് പറഞ്ഞു. അപ്പൊ സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ആളുകൾക്ക് ബഹുമാനവും പേടിയും ഒക്കെ ഉള്ള സാഹചര്യത്തിൽ എന്തിനാ പിന്നെ നമ്മൾ മുസ്ലിം എന്ന് പറയേണ്ട ആവശ്യം? വളരെ ശക്തമായി സുലൈമാൻ ഉസ്താദ് ചോദിക്കണില്ല. അതേ സമ്മേളനത്തിൽ വെച്ചിട്ടാ മൂപ്പര ചെയ്യണത്, അല്ലേ? അതെപ്പൊക്കെ നാട്ടിക ഉസ്താദ് വേണിയെന്നു എന്നുണ്ടാവും പോലെ ജമാഅത്തൊക്കെ പാടന്ന് പൊളിച്ചു കൊടുക്കാൻ. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പുതിയ ജമാഅത്തുകാരെ കുറിച്ച് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഈ പുതിയ ജമാഅത്തുകാരുണ്ടല്ലോ ഇപ്പൊ കേരളത്തിൽ വന്ന ഈ മുടി ജമാഅത്തുകാര്, കേരള മുടിയേ ജമാഅത്തെ ഹിന്ദ്, ഈ ആൾക്കാരെ കുറിച്ച് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കൃത്യമായി മനസ്സിലാക്കണം. ഈ പുതിയ ജമാഅത്തുകാരാണിത്, അല്ലേ? ഈ പുതിയ ജമാഅത്തുകാരും പഴയ ജമാഅത്തുകാരോടൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ മുസ്ലിം സമുദായത്തിനിടയിൽ ഭിന്നതയുണ്ടാക്കാനും രാഷ്ട്രീയപരമായി ഇവിടുത്തെ മുസ്ലിം സമുദായത്തിന്റെ വോട്ടുകൾ ഭിന്നിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ വലതുപക്ഷ രാഷ്ട്രീയക്കാരെ പരാജയപ്പെടുത്തി മുസ്ലിം സമുദായത്തിന്റെ ശത്രുക്കളായ മുസ്ലിം സമുദായത്തിന് ഉപദ്രവങ്ങൾ ചെയ്യുന്ന ആളുകളെ അധികാരത്തിലേറ്റാനും അവർക്ക് അക്കൗണ്ട് തുറക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാനും നിങ്ങൾ നടത്തുന്ന ഈ ഇരു ജമാഅത്തുകാരോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ആ പരിപ്പ് കേരള മണ്ണിൽ വേവില്ല എന്നാണ്.
രണ്ട് ജമാഅത്തിനോട് ഞങ്ങൾക്ക് അതാ പറയാം, ആ പരിപ്പ് കേരളത്തിൽ പോകൂല അല്ലേ? കേരള മുസ്ലിം ജമാഅത്താണെങ്കിലും വേണ്ടില്ല, കേരള ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും വേണ്ടില്ല. ഈ രണ്ട് ജമാഅത്തിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇവിടുത്തെ മുസ്ലിം സമുദായത്തിന്റെയും അതുപോലെ തന്നെ മതേതര വിശ്വാസികളുടെയും വോട്ടുകൾ ഭിന്നിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും കിട്ടേണ്ട വോട്ടുകൾ ഭിന്നിച്ച് മറ്റൊരു പ്രസ്ഥാനത്തിന്, മറ്റൊരു സ്വതന്ത്രമായി വോട്ട് രൂപപ്പെടുത്തിയ ഒരു സംഘടന രൂപീകരിച്ചുകൊണ്ട് ഇവിടുത്തെ വോട്ടുകളെ മുസ്ലിം സമുദായത്തിന്റേതടക്കം മതേതര വിശ്വാസികളുടെ വോട്ടുകൾ 3 പാത്രത്തിലാക്കി 4ാമതൊരു കക്ഷിക്ക് അക്കൗണ്ട് തുറന്നു കൊടുക്കാൻ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമം, അത് കേരള മണ്ണിൽ കേരളത്തിലെ മതബോധമുള്ള മതേതര ബോധമുള്ള എല്ലാ ആളുകളും അത് കൃത്യമായി പരാജയപ്പെടുത്തുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അത് നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും കാര്യമില്ല. എത്ര ശ്രമിച്ചിട്ടും ആ ശ്രമം കേരള മണ്ണിൽ, നിങ്ങളൊക്കെ കുട്ടികളെ വാല് പൊക്കുമ്പത്തിന് ഞങ്ങൾക്കറിയില്ലേ അല്ലേ? നിങ്ങളൊക്കെ വാല് പൊക്കുമ്പോ നമുക്കറിയില്ലേ? ഒരു പഠിപ്പിക്കുന്നു. മുമ്പ് ഞങ്ങൾ കുറെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നെ പഠിഞ്ഞത് ഇലക്ഷൻ കഴിയുമ്പോ പറയും ഞാൻ പഠിപ്പിച്ചതാണിത് എന്ന് പറയും. ഞാൻ പഠിപ്പിച്ചതാണിത് എന്ന് പറയും. ഇലക്ഷൻ കയ്യോളം പറയില്ല, കഴിഞ്ഞാ പറയും ഞാൻ പഠിപ്പിച്ചതാണ് അല്ലേ? ഇലക്ഷൻ കഴിയുന്നത് വരെ ഇത് പറയില്ല, കഴിഞ്ഞ ഉടൻ മൂപ്പര് പറയും ഞാനാണ് അത് ചെയ്തത് പറയും. ഇന്ന് വരെ ഏതെങ്കിലും ഒരു ഇലക്ഷന്റെ മുമ്പ് നിങ്ങൾ പറഞ്ഞോക്കണോ ഈ ഇലക്ഷൻ ഞങ്ങൾ ഇന്ന ആൾക്ക് വോട്ട് ചെയ്യണു? ഇവിടെ കഴിഞ്ഞ ഇലക്ഷനിൽ കരീം സാഹിബിനെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ CPM സ്ഥാനാർത്ഥി കരീം സാഹിബിനെതിരെ കരീം സാഹിബിനെ തോൽപ്പിക്കണം. അവിടെ പറയുന്നതാണ് ഒരു മറ്റേ ആഷിഖ് ബുഹാരി എന്ത് ചെയ്തു, കോൺഗ്രസിന്റെ ഒരാൾ നീന്തല, അയാൾക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടേ അവിടെ എന്താ കരീമിനോട് എന്തോ പ്രശ്നം ഉണ്ടായി, അവിടെ കരീം ജയിക്കുകയും ചെയ്തു അല്ലേ? പിന്നെ മൂപ്പരൊരു സ്ഥാനാർത്ഥിനെടുത്ത് ഡയറക്റ്റ് ആയിട്ട്, പിന്നെ ഒരു സംശയമൊന്നുമില്ലല്ലോ, ഓരോ സ്വന്തം സ്ഥാനാർത്ഥിനെട്ടി, എന്നിട്ട് പറഞ്ഞു ഇ ടി മുഹമ്മദ് ബഷീറിനെ ഏൽപ്പിച്ച ഞങ്ങളാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. സ്വന്തം സ്ഥാനാർത്ഥിനെ നിർത്തിയിട്ട് ഇ ടി മുഹമ്മദ് ബഷീറിനെ ജയിപ്പിച്ചത് ഞങ്ങളാണ് എന്ന് ഫോൺ ചെയ്ത മനുഷ്യന്മാരല്ലേ നിങ്ങൾ അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്കായും വലിയൊരു സംഭവം ജീവിതകാലം മുഴുവൻ പിന്നെ AP സുന്നിക്ക് വേണ്ടി എഴുതുകയും പറയുകയും പാടുകയും പ്രസംഗിക്കുകയും ജീവിക്കുകയും ചെയ്ത ഹുസൈൻ രണ്ടത്താണി, അവരെ എല്ലാ വേദികളിലെയും സ്ഥിര സാന്നിധ്യം, ചെറുപ്പം മുതലേ AP സുന്നിയായി ജനിച്ച് AP സുന്നിയായി വളർന്ന് AP സുന്നിയായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മറ്റേ രണ്ടത്താണി, ആ രണ്ടത്താണി സാഹിബിനെ അയാളെ മത്സരിപ്പിച്ച് നിർത്തിയിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഇ ടി മുഹമ്മദ് ബഷീർ ജയിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങളാണ് ഇ ടി മുഹമ്മദ് ബഷീറിനെ ജയിപ്പിച്ചത് എന്ന് പറഞ്ഞ മനുഷ്യന്മാരങ്ങള് അല്ലേ? പിന്നെ മഞ്ചേരി സീറ്റ് ജയിച്ചപ്പോഴും പറഞ്ഞു, തോറ്റപ്പോഴും പറഞ്ഞു ഞങ്ങളാണ്. ടി.കെ. ഹംസ ജയിച്ചപ്പോഴും പറഞ്ഞു ഞങ്ങളാ ജയിപ്പിച്ചത്. ടി.കെ. ഹംസനെ തോൽപ്പിച്ച് കണ്ട് EM ജയിപ്പിച്ചോ പറഞ്ഞു EM ജയിപ്പിച്ച ഞങ്ങളാണ് കാരണം. അതിലാണ് ഈ ടി.കെ. ഹംസ പുറത്തു വന്നിട്ട് ഹാസാ കൗമുൻ ജാഹിലൂൻ എന്ന് പറഞ്ഞത്. രണ്ടും അല്ലെന്നെ പറയണത്. അതാ രസം. ആര് ജയിച്ചാലും ജലീൽ ജയിച്ചാൽ പറയും ജലീലിനെ ജയിപ്പിച്ചത് ഞങ്ങളാണ്. കുറ്റിപ്പുറത്ത് പോലെ തോറ്റപ്പോ പറഞ്ഞു കുറ്റിപ്പുറത്ത് തോൽപ്പിച്ചത് ഞങ്ങളാണ് പറഞ്ഞു അല്ലേ? ആര് ജയിച്ചാലും ഒരു പറയും ഞങ്ങളാണ്. ഇങ്ങനൊരു വിഭാഗം അള്ളാന്റെ ദുനിയാവില് സുബൈർ നിങ്ങളെ നാട്ടുകാരനല്ലാതെ വേറെ ആരാ ഉള്ളത്? നിരന്ന് കാന്തപുരക്കാർ നിരന്ന് നിൽക്കുകയാണല്ലോ. ഇങ്ങനെ നാട്ടുകാരല്ലാതെ അള്ളാന്റെ ദുനിയാവിൽ ഇങ്ങനത്തെ മനുഷ്യന്മാർ ലോകത്ത് വേറെ ആരെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? എന്താണ് നടന്നാലും വരെ ഞാനാണ് അറിയുന്നത്. എട്ടുകാലി മമ്മൂഞ്ഞി പറഞ്ഞ മാതിരി അല്ലേ? ആർക്ക് ഗർഭമുണ്ടെങ്കിലും അത് മൂപ്പര് ഏറ്റെടുക്കത്രേ. അപ്പൊ ഒരു സരസ്വതി പിന്നെ രശ്മി എന്താ മറ്റേ ഗണപതി എന്താ പറഞ്ഞ ആനക്ക് ഗർഭമുണ്ടായി അത് ഞാനാണ്. അപ്പൊ അത് ആനയാണ് നടത്തണേ. അപ്പളാ മൂപ്പര അന്തം കൊണ്ടത്. ഇത് കേൾക്കുമ്പത്തിന് മൂപ്പരാന്ന് പറയണേ. ലോകത്ത് ഏത് ഗർഭം ഏറ്റെടുക്കുന്ന ആളാണ് എട്ടുകാലി മമ്മൂഞ്ഞി. അതുമാതിരി ലോകത്തെ എല്ലാ വിജയവും ഇയാൾ ഏറ്റെടുക്കും അല്ലേ? ലക്ഷ്മിക്കുട്ടി പ്രസവിച്ചു വാർത്തറേ, അതിന്റെ ആള് ആനാണ് പറഞ്ഞു. അപ്പൊ ലക്ഷ്മിക്കുട്ടി ആനയാണ് വാർത്തറേ. ഓ ആനയെന്ന് ചോദിച്ചിട്ടേ. അപ്പൊ അത് കേട്ടു. അത് കഴിഞ്ഞിട്ടാ മൂപ്പര് ആനയാണെന്ന് അറിയണത്. എട്ടുകാലി മമ്മൂഞ്ഞി എന്ന് പറയുന്നതാണ്. ആൾക്കാർ എട്ടുകാലി മമ്മൂഞ്ഞി എന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് ഈ സംഭവം എന്ന് കേട്ടിട്ടുണ്ടാവില്ല. സംഭവം ഇതാണ്. ഇയാൾ ലോകത്ത് ഏത് പെണ്ണുങ്ങൾ പറ്റും, സുബൈദ പറ്റു പറഞ്ഞാൽ ഞാനാണ് അതിന്റെ ആള് നടത്തത്. കാർത്തിയാനി പറ്റു പറഞ്ഞാൽ ഞാനാണ് അതിന്റെ ആള് നടത്തത്. പിന്നെ മേരിക്കുട്ടി പ്രസവിച്ചു പറഞ്ഞാൽ ഞാനാണ് അതിന്റെ ആള് നടത്തത്. ഇയാൾക്ക് ഇത് സംഭവം തന്നെ മറ്റേ സംഭവം തന്നെ അത് തന്നെ മറ്റേ പിന്നെ ഇല്ലാത്ത ആളാണ്. എന്നിട്ട് അതിനുശേഷം എന്ത് കേട്ടാലും മൂപ്പരാണെന്ന് പറയും. മൂപ്പർക്ക് ആൾക്കാരുടെ ആള് അത്യാവശ്യം ആളാണെന്ന് തോന്നാൻ വേണ്ടിയിട്ട് പറയണത്. അങ്ങനെ ലക്ഷ്മിക്കുട്ടി പറ്റു വാർത്തത് ആരോ വന്നിട്ട് ഓ അതിന്റെ ആള് ഞാനാണ് നടത്തത്. അതിന് വാർത്തത് മമ്മൂഞ്ഞി അത് മറ്റേ ആനക്കുട്ടിയാണ് നടത്തത്, ആനയാണ് നടത്തത്. ആനയാണോ ചോദിച്ചത്. അപ്പൊ അതുപോലെ ഈ സംഭവം ഇയാൾ ഏത് സംഭവം ഉണ്ടെങ്കിലും അത് ഞാനാ വിജയിപ്പിച്ചത് അറിയും.
എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ അധികാരത്തിൽ വന്നപ്പോ അതും ഉസ്താദാണെന്ന് അറിഞ്ഞില്ലേ? ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ അധികാരത്തിൽ വന്നതിന്റെ പിന്നിലും കാന്തപുരാണ് എന്ന് പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ കേട്ടിട്ടില്ലേ? കേട്ടുകൂടങ്ങള്? ഞാനത് ആലോചിച്ച് പഠിച്ചോനെ ഒരു ദിവസം ഞാൻ ആകെ അന്തം വിട്ടു. അല്ലാഹ്, ഈ അയാള് മലയാളിയാണല്ലോ, പുറത്തേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റൂലല്ലോ. കേരളത്തിൽ ഏതായാലും നമ്മൾ വഷളാവും, പുറത്തു പോയിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യന്മാരെ കണ്ടാ ഓല മുമ്പിലും നമ്മൾ വഷളാവുമല്ലോ. എന്നിട്ട് ജയിച്ചിട്ട് ഇയാൾ അവിടുത്തെ MLA കൂടെ ഒരു മന്ത്രിയുടെ കൂടെ പോയിരിക്കുന്നുണ്ട്. അയാളെ ജയിപ്പിച്ചതിന്റെ പിന്നിൽ ഇയാൾക്ക് പങ്കുണ്ട് എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് ആ മന്ത്രി ഇയാൾ പോയിരിക്കേണ്ട താമസം അയാളെ പുറത്താക്കുകയും ചെയ്തു. ഒരു മന്ത്രിനെ പുറത്താക്കിയില്ലേ? ആം ആദ്മിന്ന് ഇപ്പൊ ഒരു മന്ത്രിനെ പുറത്താക്കിയില്ലേ? അത് ഇയാളെ ആളാണെന്നാ പറഞ്ഞത്. അതിൽ കുട്ടികളാ ഫോട്ടോ എടുത്തിട്ട് ഇതാണ് ഉസ്താദിന്റെ ആള്. അപ്പോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ലോകത്താര് ജയിച്ചാലും അതിന്റെ പിന്നിൽ ഇയാളാ. അതാ രസം. ആരാണെങ്കിലും ഇപ്പൊ നേപ്പാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ കയറിയായിരുന്നു, ഈ മൂപ്പരാന്ന് അറിയാതിരുന്നാൽ മതിയായിരുന്നു. ഞങ്ങൾ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പഴയ കാലത്ത് കൊടുത്തിരുന്ന പിന്തുണയുടെ ഭാഗമായിട്ടാണ് ഇപ്പൊ നേപ്പാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ കയറിയതിനേറ്റ വലിയ സംസാരിക്കാതിരുന്നാൽ മതിയായിരുന്നു. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇപ്പൊ ഇന്ന് പേപ്പറിൽ കണ്ടുകൊള്ളു, നേപ്പാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ കയറി. അപ്പൊ ഇയാൾ അതിന്റെ പിന്നിൽ ഇയാളാണെന്ന് പറയാതിരുന്നാൽ മതി. അങ്ങനെ ലോകത്ത് നടക്കുന്നത് മുഴുവൻ ഏറ്റെടുക്കത്തൊക്കെ ഒരു മനുഷ്യന്മാരിലെ ഒരു പരിഹാസ്യാണുള്ളത്. ഒരു നാണോ മാനോ അഭിമാനോ ഉള്ളൊരു മനുഷ്യന്മാർക്ക് ഇവരെ കൂട്ടത്തിൽ കൂടാൻ പറ്റുമോ? ചട്ടി വന്നു എന്ന് പറഞ്ഞില്ലേ? പോയതാരെങ്കിലും അറിഞ്ഞു? ചോദിക്കണ്ടേ എവിടെ ഉസ്താദേ ആ ചട്ടി? ചട്ടിയിലെ വെള്ളം വേണമെന്ന് പറയണ്ടേ? എവിടെ ചട്ടി? ഒന്ന് ചോദിക്കണ്ടേ? മണ്ണ് കൊടുന്നു എന്ന് പറഞ്ഞല്ലോ, ഉസ്താദെ മണ്ണ് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിച്ചില്ലേ നമ്മള്? മണ്ണ് കൊണ്ടല് ഹറാമാണ് നിങ്ങളെ പുസ്തകത്തിൽ തന്നെയല്ലേ നമ്മൾ തിരിച്ചു ചോദിച്ചില്ലേ? അപ്പൊ എന്ത് പറഞ്ഞു? ഭയങ്കര രസം. ഞാൻ പറഞ്ഞു മണ്ണ് കൊണ്ടുവരാം, മണ്ണ് കൊണ്ടുവന്നത് ശരിയായില്ല, മണ്ണ് കൊണ്ടുവരാൻ പറ്റൂല എന്ന് പഴയ കാലത്ത് തന്നെ നമ്മൾ ബഹുമാനപ്പെട്ട ഇയാള് പറയുന്നുണ്ട് പറഞ്ഞു. ആരെ? പിന്നെ ഏലംകുളം സക്കാഫി പഴയ കാലത്ത് തന്നെ മണ്ണ് കൊണ്ടുവരുന്നതിന് എതിർക്കുന്നുണ്ട് പറഞ്ഞു അല്ലേ? അതിൽ ഇവര് പറഞ്ഞു. പിന്നെ ഏലംകുളം വന്നിട്ട് പറഞ്ഞു ഞാൻ ആ മണ്ണിനെ കുറിച്ചിട്ടല്ല പറഞ്ഞത്, ഞാൻ പറഞ്ഞ മണ്ണ് വേറെ മണ്ണാണ്. മൂപ്പര് പറഞ്ഞ മണ്ണ് മൂപ്പര് കൊടുന്ന മണ്ണിനെ കുറിച്ചിട്ടല്ലത്രേ, അത് വേറെ സുൽത്താൻ കൊടുന്ന മണ്ണിനെ കുറിച്ചിട്ടാണ്, അയാൾ കൊണ്ടുവന്നെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിച്ചത്. ആര് കൊണ്ടുവന്ന മണ്ണിനെ കുറിച്ച് സംസാരിച്ചാലും എന്റെ പ്രിയപ്പെട്ട ഉസ്താദെ, ആര് മണ്ണ് കൊണ്ടുവന്നെ കുറിച്ച് സംസാരിച്ചാലും ആർക്കും മണ്ണ് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. ആലുവ സുൽത്താൻ കൊടുന്ന മണ്ണാണെങ്കിലും പിന്നെ കാന്തപുരം സുൽത്താൻ കൊടുന്ന മണ്ണാണെങ്കിലും ആര് മണ്ണ് കൊണ്ടുവന്നാലും അവിടുന്ന് മണ്ണ് കൊണ്ടുവരൽ ഹറാമാണ് എന്നതിൽ പെട്ടല്ലോ. മുപ്പതിൽ വളരെ ശക്തമായി പ്രസംഗിക്കാണ് അവിടുന്ന് മണ്ണ് കൊണ്ടുവരാൻ പറ്റൂല, അത് എല്ലാ ആളുകൾക്കും അറിയുന്നതാണ്. പ്രത്യേകിച്ച് അവിടെ പോയ പിന്നെ മുസ്ലിങ്ങൾക്ക് മുഴുവൻ, ഗൾഫിൽ പോയ മുസ്ലിങ്ങൾക്ക് മുഴുവൻ അറിയുന്നതാണ് മൂപ്പര് പറഞ്ഞത്. ഗൾഫിൽ പോയ മുസ്ലിങ്ങൾക്ക് മുഴുവൻ അറിയുന്നൊരു സത്യമാണ് അവിടുന്ന് മണ്ണ് കൊണ്ടുവരാൻ പറ്റൂല. നമ്മൾ പറഞ്ഞു കൊണ്ടുവരാൻ പറ്റൂല, ആ സത്യം നിങ്ങൾക്ക് പറയുന്നുള്ളൂ, ഞങ്ങൾക്ക് എന്നോ അറിയുന്ന കാര്യമല്ലേ, എല്ലാ ആളുകൾക്കും അറിയുന്ന കാര്യമല്ലേ, പിന്നെ എന്തിനാ നിങ്ങൾ കൊടുന്നു എന്ന് പറഞ്ഞു? അതിനൊരു മറുപടി ഇല്ല. കൊടുന്നു എന്ന് പറഞ്ഞത് എന്താണ് കാരണം എന്ന് വരെ അതിനുണ്ടോ ചില ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാവും. അങ്ങനെ ഏലംകുളം പറയുന്നു വേണി കൽപ്പിച്ചേരാ. കേൾക്കുന്നുണ്ടോ? ഉണ്ടല്ലോ അല്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽ-ഫായിസീൻ. അമ്മാ ബഅദ്. ഇന്ന് വൈകുന്നേരം മുതൽ ഹലോ ഉസ്താദ്, ഒരു മിനിറ്റ്. ഉസ്താദിന്റെ റൂമിലെ സിസ്റ്റം ഒന്ന് സൗണ്ട് കുറക്കുവോ? അപ്പോ ഇന്ന് വൈകുന്നേരം മുതൽ എസ്കെയുടെ ഗവൺമെന്റ് ഒരു ഗുരുതരമായ ആരോപണം എന്നെ കുറിച്ചുണ്ടായിരുന്നു.
ഞാൻ മറുപക്ഷത്തേക്ക് നീങ്ങിയിരുന്നു. ആദർശപരമായി വ്യതിയാനം സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞു. തീർച്ചയായിട്ടും ഞാൻ പോലും അറിയാത്ത, സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു വിഷയമായിരുന്നു അത്. ഏതായിരുന്നാലും അത് സംബന്ധമായിട്ടുള്ള ക്ലിപ്പ് കാണിക്കും കേൾപ്പിക്കും എന്ന് പറഞ്ഞ മണിക്കൂറുകളോളം ആളുകളെ വട്ടം കറക്കി അവസാനം ഒരു ക്ലിപ്പുകളുണ്ടായി. ആ ക്ലിപ്പാണെങ്കിലോ വിചാരിതർക്ക് 2 ആഴ്ച മുമ്പ് കള്ളത്തരീക്കത്തിനെതിരെ ഞാൻ സംസാരിച്ച പ്രസംഗത്തിലെ യൂസുഫ് സുൽത്താൻ എന്ന കള്ളത്തരീക്കത്തുകാരന്റെ ചെറുപ്പകാലത്ത് അദ്ദേഹത്തിനുണ്ടായി എന്ന് പറയപ്പെടുന്ന ഒരു പരാമർശം അവരുടെ പുസ്തകത്തിൽ നിന്ന് വായിക്കുകയും ആ വായിച്ച ഭാഗത്തിന്റെ തലയും വാലും വെച്ചുമാറ്റി യൂസുഫ് സുൽത്താനെതിരെ പറഞ്ഞത് കെ.പി. ഉസ്താദിനെതിരെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഏതെങ്കിലും എത്ര കുട്ടികൾ ഈ ക്ലാസ് റൂമിൽ കേൾക്കുകയോ യോ ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് പറയുന്നു, ആണത്യമുണ്ടെങ്കിൽ ആ ക്ലിപ്പിന്റെ ആദ്യ ഭാഗവും പൊതുഭാഗവും തന്റെ ഇടത്തോടു കൂടെ ക്ലിപ്പിട്ടുകൊണ്ട് സമുദായത്തിന്റെ മുമ്പിൽ കാണിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടോ, വിവരമുള്ളവരുണ്ടോ, വിവേകമുള്ളവരുണ്ടോ എന്ന് ചോദിക്കുകയാണ്. പുകയില്ലാത്ത അടുപ്പ്, ശരീരത്തില്ലാത്ത ശരീരത്തും ഇറക്കുമതി ചെയ്യുന്ന ആശ്രയിലെ ഒരു വിദ്വാന്റെ കള്ളത്തരങ്ങൾ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് വായിച്ചത് തലയും വാലും വെട്ടിമാറ്റി ചൂടാസുകളെ പോലെ ഈ സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശൈഖുനാക്ക് നേരെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരോപണം ഉന്നയിച്ചവരെ ഇത് തന്നെയാണ് നിങ്ങളുടെ എല്ലാ സ്വപ്നചിന്തകളുടെയും എല്ലാ വിഷയങ്ങളുടെയും ആകത്തുക എന്ന സമുദായം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. തീർച്ചയായും ഇത് മാപ്പർഹിക്കാത്ത കുറ്റമാണ്. പഴയകാലത്ത് ഗ്രന്ഥങ്ങളിൽ സ്വർണം കൊണ്ടുവന്നത് മുതൽ ആരോപണം ഉന്നയിക്കുകയും പല നിമിത്തം മഹാന്മാർക്കെതിരെ തിരിയുകയും കുരുത്തക്കേട് സംഭവിക്കുകയും പട്ടം കറങ്ങാൻ വിധിക്കപ്പെടുകയും ചെയ്യുന്നവരെ ധൈര്യമുണ്ടെങ്കിൽ, തന്റേറമുണ്ടെങ്കിൽ ആ പ്രസംഗത്തിന്റെ ആ ഭാഗത്തിന്റെ ആദ്യ ഭാഗവും അവസാന ഭാഗവും കേൾപ്പിച്ച് നിങ്ങൾ ഇതുവരെ വാദിച്ച മണിക്കൂറുകളോളം സമുദായത്തെ മുൻനിർത്തിയ വിഷയത്തിൽ ഒരല്പമെങ്കിലും അത് തെളിവുണ്ടെങ്കിൽ ഒന്ന് കാണിക്കാൻ ഞാൻ ഈ സമയത്ത് വെല്ലുവിളിക്കുകയാണ്. മദീനയിലെ മണ്ണിനെ സംബന്ധിച്ചിടത്തോളം മഹാന്മാരായ ഇമാമുകളും പൂർവികരായ മഹത്തുക്കളും പറഞ്ഞതിനപ്പുറം ഒന്നും ചെയ്യണം. അതല്ലെങ്കിൽ ഉസ്താദുമാർ നിർദ്ദേശിക്കുകയോ ചെയ്തിട്ടില്ല. ചികിത്സക്കും തബറത്തിനു വേണ്ടി കൊണ്ടുവരാം എന്നുള്ള പ്രത്യക്ഷ ഇമാമിന്റെയും ഇബ്നു ഖാസിം റളിയല്ലാഹു അൻഹുവിന്റെയും ഉത്തരവ് ഉണ്ടായിരിക്കെ ആ വിഷയത്തിൽ മറ്റൊരു നിലപാടിലേക്ക് നീങ്ങേണ്ട ആവശ്യമില്ല. ഏതായിരുന്നാലും ആലുവ സുൽത്താനെതിരെ വായിച്ചത് ശൈഖുനാക്കെതിരെ ആരോപണം നടത്തിയവരോട് പറയാനും ഒന്നുകൂടെ പറയുമ്പോൾ ആ സ്ക്രിപ്റ്റിന്റെ ആദ്യ ഭാഗവും അവസാന ഭാഗവും കാണിക്കാൻ വെല്ലുവിളിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇന്റെ ഏലംകുളങ്ങൾ പറഞ്ഞെന്താന്നോ, കൊണ്ടുവല്ല ഹറാമാണ് നല്ല പറഞ്ഞത്, കിട്ടൂല. ഏത് അവിടെ സൗദി അറേബ്യയിൽ പോയ ഏതാൾക്കാരും അവിടുന്ന് മണ്ണ് കിട്ടൂല. അതാങ്ങൾ പ്രസംഗിച്ചത്. അത് ആർക്കെതിരായിരുന്നത്, ആർക്കും കിട്ടൂല. സൗദി അറേബ്യയിൽ പോയ മുഴുവൻ ആളുകൾക്കും അറിയും, ബുദ്ധിയുള്ളവർക്കറിയും അവിടുന്ന് മണ്ണ് കിട്ടൂലാന്നാ. ഇന്നിപ്പോ മൂപ്പര് പറഞ്ഞത് കൊണ്ടുവരല് ഹലാലാണോ ഹറാമാണോ, ആ ചർച്ച നമ്മൾ നടത്തിയത് കരുതിയിട്ട് അയാൾ പറയണത്. നമ്മൾ നടത്തിയത് അതല്ല, കൊണ്ടുവരാൻ സാധിക്കുമല്ലേ എന്നുള്ള ചർച്ച നമ്മൾ നടത്തിയത്. കൊണ്ടുവരാൻ പറ്റൂല എന്നുള്ള ഹറാമാന്നുള്ള വേറെയാണ് സംഭവം. ഇത് കൊണ്ടുവരാൻ സാധിക്കൂലാൻ മാണ്ടാൻ തന്നെ കിട്ടൂല എന്ന് നിങ്ങൾ പറഞ്ഞതാണ്. ആര് പച്ചക്കള്ളന്മാരാണ്. സൗദി അറേബ്യയിൽ പോയ ആളുകൾക്കറിയും ഒരു കുട്ടിക്കൊന്ന് മാന്താൻ കഴിയില്ല. ആ പ്രസംഗങ്ങൾക്ക് ചേർക്കുന്നവർ വായിക്കുകയും കേൾക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യണം എന്ന് പറയുന്നതോടൊപ്പം ആ വിഷയവുമായി ആരോപണത്തോട് ഒരു ബന്ധവും ഇല്ല എന്ന് മാന്യ ശ്രോതാക്കളെ ഒരിക്കൽ കൂടെ കേൾപ്പിച്ചുകൊണ്ട് ഈ മഹത്തായ തെറ്റിദ്ധാരണ തിരുത്താൻ അവസരമൊരുക്കിത്തന്ന STV സുന്നി ഗ്ലോബൽ വോയിസ് എന്ന മഹത്തായ സംരംഭത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. അല്ലാഹു എല്ലാവിധ കുപ്രചരണങ്ങളിൽ നിന്ന് മോചനവും സത്യമായി മനസ്സിലാക്കാനുള്ള അല്ല. ഈ ദ്വേർക്കണ്ടെന്നും ആവശ്യമില്ലല്ലോ അല്ലേ? ഈ ദ്വേർക്കണ്ടെന്നും ആവശ്യമില്ല. ആ ക്ലിപ്പ് മൂപ്പർക്കാൻ കേൾപ്പിച്ചാൽ പോരെ. എന്താണ് സുഹൃത്തുക്കളെ ക്ലിപ്പ് എന്ന് പറഞ്ഞാൽ പോരെ? ഇന്നെങ്ങനെ ഒന്നും ദ്വേർക്കണ്ടി വഴന്ന് പറയേണ്ടി ഒന്നും ആവശ്യമില്ല.
അതിന് മൂപ്പര് പറഞ്ഞ കാര്യം ഇതാണ്, വളരെ വ്യക്തമാണ്. അവിടുന്ന് കൊണ്ടുവരല് ഹറാമാണോ ഹലാലാണോ നല്ല ചർച്ച. പിന്നെ എന്തായിരുന്നു, ആലുവ സുൽത്താൻ അവിടുന്ന് മണ്ണ് മാന്തിയപ്പോ അയാളെ കയ്യമ്മ മുറിയായി. ഇന്റെ പ്രിയപ്പെട്ടവനെ റൗളിന്ന് മണ്ണ് മാന്താൻ കഴിയില്ല എന്നുള്ളത് ആ സൗദി അറേബ്യയിൽ പോയ മുഴുവൻ മനുഷ്യന്മാർക്കും കാണാതറിയുന്ന സംഭവമാണ് എന്നാ മൂപ്പർ അന്ന് പ്രസംഗിച്ചത്. അപ്പോ അത് ഏത് സുൽത്താൻ, ഞാനത് ആലുവ സുൽത്താനെതിരെ പറഞ്ഞാണ്. അത് പിന്നെ സുൽത്താൻ ഡിസ്ട്രിക്ട് മാറുമ്പോ ഓരോ ഡിസ്ട്രിക്റ്റിനനുസരിച്ച് സുൽത്താൻമാർക്ക് ഓരോരോ നിയമം അവിടെ. നിങ്ങൾ ഏത് സുൽത്താനായിരിക്കും? ഞാൻ കോഴിക്കോട്ടെ സുൽത്താനാണ്, നിങ്ങൾ മാന്തിക്കോളി എന്നറിയില്ല. എന്തൊരു കഷ്ടാണ് അല്ലേ? നിങ്ങൾ ഏത് സുൽത്താനാണ്? ഞാൻ എറണാകുളം സുൽത്താനാണ്, നിങ്ങൾ മാന്താൻ പറ്റൂല അറിയില്ല. ഡിസ്ട്രിക്റ്റിനനുസരിച്ച് കണ്ട് സ്ഥലത്തിനനുസരിച്ച് സുൽത്താൻമാർക്ക് ഓരോരോ സുൽത്താൻമാർ വരുമ്പോൾ നിങ്ങൾ ബേപ്പൂർ സുൽത്താൻ മാന്തിക്കോളിയും, കാന്തപുരം സുൽത്താൻ മാറിക്കോളിയും, കാരന്തൂർ സുൽത്താൻ മാന്തിക്കോളിയും. ആലുവയാണെങ്കിൽ പറ്റൂല, പിന്നെ മറ്റേ പെരുമ്പാവൂരാണെങ്കിൽ പറ്റൂല. അറിയാൻ എല്ലാവർക്കും ഒരു നിയമമാണല്ലോ. അപ്പൊ ഇതൊക്കെ ഇവര് ഓരോരോ സമയങ്ങളിൽ ഇങ്ങനെ പിന്നെ ആ ക്ലിപ്പ് നമ്മളെ മാന്താൻ കഴിയില്ലാന്നുള്ള ക്ലിപ്പാണ് ഇപ്പൊ ഞാൻ നോക്കുന്നത്. അത് ഇൻഷാല്ലാഹ് പിന്നൊരു സമയം കേൾപ്പിക്കാം. എന്താണ് ഇതൊക്കെ കേട്ട കുട്ടികൾ പറയാ അല്ലെ? നമുക്കൊരേ കാന്തപുരം ഉസ്താദ് ഒരു മഹാസേവനം കൂടി ചെയ്തിരിക്കുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തേതാണെങ്കിൽ ബറക്കത്തുണ്ട്. അത് സൂക്ഷിക്കണം, സ്നേഹിക്കണം, സേവിക്കണം, കൊണ്ടു നടക്കണം. വെള്ളത്തിലിട്ടാൽ ആ വെള്ളത്തിന് ബറക്കത്തുണ്ട് എന്ന് കേരളത്തിലെ മുസ്ലിംകളിലെ എല്ലാ വിഭാഗവും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ചെറിയൊരു സംശയമേ ബാക്കിയുള്ളൂ. ആണോ അല്ലേ? അത്രമാത്രം. ഇതല്ലേ സുന്നത്ത് ജമാഅത്ത്? ഇതല്ലേ സുന്നത്ത് ജമാഅത്ത്? ഈമാനുള്ള ആലോചിക്കുക. സുന്നത്ത് ജമാഅത്ത് നല്ലതാണ്. ആണോ അല്ലേ എന്ന് സംശയിക്കുക. വേറെ ഒരു പ്രശ്നമല്ല. സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാല് ഇത് റസൂലുള്ളാഹിന്റേതാണോ അല്ലേ സംശയിക്കുക. വേറൊരു കാര്യം സുന്നത്ത് ജമാഅത്ത് പറഞ്ഞല്ല. എന്തൊരു സംഭവം! ഒരേ ഒരു സംശയം. ആ സംശയം തന്നെയല്ലേ പ്രശ്നം? അതല്ലേ തീർക്കേണ്ടത്. റസൂലുള്ളാഹിന്റേതാണോ അല്ലേ? വേറെ നമ്മളൊരു ചോദ്യം ഇവിടെ ചോദിക്കണ്ടല്ലോ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളേത് ആണോ അതോ അല്ലേ? ആണോ അല്ലേ? ഇവിടെ തന്നെയല്ലേ നമ്മളെ സംശയം മുഴുവൻ കിടക്കുന്നത്. വേറെന്താ സംശയം? ഈ സംശയം ക്ലിയർ ആയാൽ നമ്മക്ക് ആർക്കാണെങ്കിലും എന്താ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞില്ലേ, ആ സംശയം ക്ലിയർ ആകുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ടല്ലേ നിങ്ങൾ ഈ സംഭവം പിന്നെ കൊണ്ടുവരാതിരുന്നത് അല്ലേ? സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കും ഗ്രൂപ്പിനാക്കിയിട്ട് എന്ത് തന്നെ ആരും അങ്ങോട്ട് കണ്ണു തൂക്കി ഇരുട്ടാക്കി അങ്ങ് പറയലല്ല. സത്യത്തിന്റെ കൂടെ നിൽക്കണം. ശരിയായ ഷാഹ് മുബാറക്ക് കിട്ടണോ? നിങ്ങൾ ഹദ്റത്തിന്റെ അടുക്ക് പോയിക്കോളി വന്നവർക്ക്. പിന്നെ പറഞ്ഞു അത് കളവാണ്. അവലൻ കാല الشعر المبارك الأصلي ابن الشيخ أحمد الخضرجي ثم ينكره نفس الشخص وهو كذب نعوذ بالله. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് കളവാണ്. നിങ്ങൾ ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞ എന്താ പ്രശ്നം? നമ്മൾ പറഞ്ഞില്ലേ, നിങ്ങൾ വായിച്ചു, ഇതാണ് ഹസ്രജിന്റെ കയ്യിലുള്ള സനദ്. നിങ്ങൾ അന്ന് ചോദിച്ചല്ലോ സനദ്, അത് നിങ്ങൾ കിട്ടിയില്ലല്ലോ. അവിടെ നിങ്ങളെ ഹുദവി അല്ലെങ്കിൽ കുട്ടി ഹുദവി ചോദിച്ചില്ല സനദ്, അന്ന് കിട്ടിയിട്ടില്ലല്ലോ. എന്നാ സനദ് കേട്ടോളിയും എന്ന് പറഞ്ഞു. ഒരു സനദിന് വായിച്ചു. സനദിന് വായിച്ചപ്പോ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായത് കള്ളസനദാണ്. അപ്പൊ നമ്മൾ പറഞ്ഞത് കള്ളമുടിയാണ്. ഇതെല്ലാർത്ഥം ഇത് വ്യക്തിവിരോധം. വ്യക്തിവിരോധങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റിവെച്ച് സത്യത്തിന്റെ കൂടെ നിൽക്കുക. ഇതാ ഇപ്പോൾ മദീനയുടെ പുറയിൽ നിന്ന് വന്ന ആൾ നിങ്ങളോട് എന്താണ് പ്രസംഗിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ല, എല്ലാവർക്കും മനസ്സിലായിട്ടില്ല. ഇവിടെ ഡോക്ടർ അഹമ്മദ് ഖദറിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശിരസിൽ നിന്ന് തലയിൽ നിന്ന് ലഭിച്ച തിരുദേശവും കിട്ടിയതെങ്കിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ താടിയുടെ രോമത്തിൽ നിന്ന് ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു എന്നാണ് അവർക്ക് പറഞ്ഞത്. കൊണ്ടുവരിക തന്നെയല്ല, മർക്കത്തിലത് തന്നു കഴിഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ്. അതുപോലെ അല്ലാഹുവിന്റെ ഹബീബ് കൂടി ഇന്ന് വരെ എന്നിട്ടൊരു പാട്ടുണ്ടാക്കിയോ? മർക്കസിന് അത് കിട്ടിയിട്ട് ഇന്ന് വരെ റസൂലുള്ളാഹിന്റെ താടിമുടി മർക്കസിൽ നിന്നിട്ടൊരു പാട്ടുകൾ കേട്ടോ? എന്താ പാടാത്തത് ഇപ്പോ? അതൊക്കെ അന്നാണ് പറഞ്ഞതാണേ. പിന്നെ അതിനെ കുറിച്ച് മുണ്ടിയിട്ടില്ല. അപ്പൊ ഒന്നിട്ട് വരുന്നില്ലല്ലോ. പാത്രം
ആ പാത്രത്തിൽ നിന്ന് വെള്ളമൊഴിച്ച് കുടിച്ചാൽ നമുക്ക് ഗുണം കിട്ടുമെന്ന് ഇസ്ലാം പഠിപ്പിച്ചതല്ലേ? എന്തിനാണ് മക്കളെ നിങ്ങൾ അതിലൊക്കെ നിഷേധിക്കുന്നത്? ഇതുകൊണ്ട് ഞങ്ങൾ ലോകം തിരിയാത്തവരായിട്ടില്ല, ഞങ്ങൾ പഴഞ്ചന്മാരായിട്ടില്ല, ഞങ്ങൾ പഴയവരാണ്. ഞങ്ങൾ പഴഞ്ചരല്ല, പക്ഷെ പഴയ കൂട്ടരാ. പഴയത് മാറ്റം ചെയ്യാതെ അതേ നിരക്ക് തന്നെ നിലനിർത്തുന്നവരാണ്. യാഥാസ്ഥികന്മാരും ചില ഉപദേശത്തുക്കൾ ഞങ്ങളെ പറ്റി പറയും. അവനൊന്ന് കിട്ടിയാൽ അർത്ഥം ചോദിക്കാതെ എന്താവില്ല അർത്ഥം. യാഥാസ്ഥികന്മാരെന്ന് പറഞ്ഞാൽ എല്ലാ വസ്തുക്കളും അതിന്റെ യഥാവിധി അനുസരിച്ച് ചെയ്യുന്നവർ എന്നാണോ അർത്ഥം? എങ്കിൽ ഞങ്ങൾ അങ്ങനെ തന്നെ അല്ല. കെട്ടുകഥകളും നോവലുകളും ഖുറാഫാത്തുകളും അതിനെതിരാണ് പോകുന്ന അന്ധവിശ്വാസികൾ എന്നാണോ അർത്ഥം? എങ്കിൽ ഞങ്ങൾ അതിന്റെ കൂടെ ഇല്ല, ഞങ്ങൾ ഒരിക്കലുമില്ല. ഞങ്ങൾ സത്യത്തിന്റെ കൂടെ നിൽക്കുന്നു. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റി ഖുർആൻ പഠിപ്പിച്ചത് ശഖ്സിയ്യത്തുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിയുടെ ശഖ്സിയ്യത്ത് ആ ശഖ്സിയ്യത്തിൽപ്പെട്ടതാണ്. ശത്രു നന്നായി വരുന്നുവെങ്കിൽ പകയില്ലാതെ അവനെ സ്വീകരിക്കുക. ഇതൊക്കെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. അതുകൊണ്ടാണ് രാഷ്ട്രീയക്കാരോടും ഇടയ്ക്ക് വെച്ച് ഞാനിത് പറഞ്ഞത്. ഭരിക്കുന്നവരോട് ഒരു വാക്കുകൾ കടന്നു വന്നത് ഇതാണ്. തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു, എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ ചോദിക്കുന്നു. ഞങ്ങളോട് ചോദിക്കുന്നു, നിങ്ങളാരും കൂടെ നിങ്ങളൊന്ന് പ്രസ്താവിക്കുന്നുണ്ടോ? നിങ്ങൾ പ്രസ്താവിക്കും. ഞാൻ പറഞ്ഞു, നമ്മൾ പ്രസ്താവിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നു എന്ന് ഓരോരുത്തരും നോക്കുക. അങ്ങനെ ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്നുണ്ടോ എങ്കിൽ ജനങ്ങൾ തെരഞ്ഞെടുക്കും. കസാരയിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾ നടന്നാലോ? കസേരയിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളെ മറക്കുകയും പിന്നെ ജനങ്ങളെ അടിക്കാനും കൊല്ലാനും കുത്താനും അതിലൊക്കെ ഇങ്ങനെ പോയാലോ? ജനങ്ങൾക്കിട്ടോ ഞങ്ങളെന്ത് ചെയ്യും? അതുകൊണ്ട് എല്ലാവരും ചിന്തിക്കേണ്ടത് ഈ രാജ്യത്തിന്റെ നന്മ, രാജ്യത്തിന്റെ ഭദ്രത, രാജ്യത്തിന്റെ അഖണ്ഡത. നിങ്ങൾ നോക്കൂ, നമ്മുടെ ഇന്ത്യ രാജ്യത്തെ പോലെ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യമുള്ള രാജ്യം തന്നെ മറ്റെവിടെയുമില്ല. അൽഹംദുലില്ലാഹ്, നമ്മളിവിടെ പ്രസംഗിക്കുമ്പോ ഇവിടുത്തെ പോലീസുകാർ നമ്മുടെ ശമ്പളക്കാരൊന്നുമല്ല അവർ. പക്ഷേ അവർ അങ്ങേയറ്റം സഹകരിച്ചുകൊണ്ട് നമുക്ക് വഴികൾ തുറന്നു തരുന്നു, നമുക്ക് ട്രാഫിക് നിയന്ത്രിച്ചു തരുന്നു, ഈ സദസ്സിന്റെ പുറത്ത് ആവശ്യമായതൊക്കെ ചെയ്യുന്നു. അവർ കണ്ണുകൊണ്ട് മനസ്സിലാക്കുകയും ചെയ്യുന്നു, സുന്നികളുടെ സമ്മേളനത്തിൽ കുഴപ്പമുണ്ടാവുകയില്ല. സുന്നികൾ അച്ചടക്കമുള്ളവരാണ്, അച്ചടക്ക രാഹിത്യം ഇല്ലേ ഇല്ല. ഇത് ഇവിടുത്തെ പോലീസുകാർ, ഇവിടുത്തെ അധികൃതർ, ഇവിടുത്തെ എല്ലാ ഉദ്യോഗസ്ഥരും കണ്ണു തുറന്ന് കാണുകയാണ്. അവരൊക്കെ ബുദ്ധിയുള്ളവരാണ്, നല്ല ബുദ്ധിയുള്ളവരാണ്. പോലീസ് ഉദ്യോഗസ്ഥന്മാരും മറ്റ് രാഷ്ട്രീയ വിഭാഗത്തിന്റെ അന്വേഷിക്കുന്നവരൊക്കെ നല്ല ബുദ്ധിയുള്ളവരാണല്ലോ. അതുകൊണ്ട് അവൻ എന്തേ മൂപ്പര് പറഞ്ഞു? മൂപ്പരെന്താ പറയണത് മൂപ്പർക്ക് തന്നെ അറിയുന്നില്ല. ഒരു വിഷയം പറയുമ്പോ എവിടുക്ക മൂപ്പര് എന്തൊക്കെ പോകണം. ഇവിടുത്തെ നമ്മളെ സമ്മേളനത്തിൽ പോലീസന്മാർക്ക് അറിയും. എന്താ ഇപ്പൊ മൂപ്പര് പറഞ്ഞത്, എവിടുന്നേ മൂപ്പര് തുടങ്ങിയത്, എവിടെ മൂപ്പര് അവസാനിപ്പിച്ചത്? ഒരു കാര്യം മൂപ്പര് ഒരു 5 മിനിറ്റ് ഇപ്പത്തെ മൂപ്പര് പ്രസംഗം കേട്ടുകൊണ്ട് നിങ്ങൾ 5 മിനിറ്റിൽ 500 കാര്യക്കാരൻ പറയാം. ഒന്നും അതിനോട് ബന്ധം ഉണ്ടാവില്ല. തുടങ്ങിയോടത്തല്ല നിർത്തം, നിർത്തിയോടത്തല്ല തുടങ്ങുക. ഈ ഒരു ഏർപ്പാട് മൂപ്പര് എല്ലാ സംസാരത്തിലും ഇപ്പൊ ഉണ്ട്. എന്തെങ്കിലുമൊക്കെയാണ് പറയാന്ന് മാത്രം.